ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. നമ്മുടെ പ്രചോദന ബുക്ക് ക്ലബിന്റെ 44ാമത്തെ പുസ്തകം, സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ബുക്ക്. നമ്മള് വീണ്ടും ഓദറിനെ റിപ്പീറ്റ് ചെയ്യാണ്. ജയ് ഷെട്ടിയുടെ ആദ്യത്തെ ബുക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തത് തിങ്ക് ലൈക്ക് എ മോങ്ക് എന്നുള്ളതായിരുന്നു. തിങ്ക് ലൈക്ക് എ മോങ്ക്, നൗ വി ക്യാൻ ആക്ട് ലൈക്ക് എ സെക്യൂർ പേഴ്സൺ എന്നുള്ളതാണ് ഒരു 8 റൂൾസ് ഓഫ് ലവ് എന്ന് പറയുന്ന ജയ് ഷെട്ടിയുടെ ബുക്കിന്റെ ഒരു ഉള്ളടക്കം. ഫസ്റ്റ് ബുക്ക് തിങ്ക് ലൈക്ക് എ മോങ്ക് ആയിരുന്നു. സെക്കൻഡ് ബുക്ക് വി ക്യാൻ ആക്ട് ലൈക്ക് എ സെക്യൂർ പേഴ്സൺ. അതിന് നമ്മൾക്കിപ്പോ ഒരു BDS പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഡെന്റൽ കോളേജിൽ പോയി പഠിക്കാം, ഒരു എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ എവിടെ പോയി പഠിക്കാം എന്നറിയാം. നമ്മൾ സ്നേഹിക്കാൻ പഠിക്കുന്നത് എങ്ങനെയാണ്? ഓരോരുത്തരുടെയും ഇപ്പൊ മൈ കപ്പ് ഓഫ് ടീ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ആലിസ് മാംസ് കപ്പ് ഓഫ് ടീ. എന്റെ സ്നേഹിക്കുന്ന രീതി ആയിരിക്കില്ല ആലിസ് മാഡത്തിന്റെ സ്നേഹിക്കുന്ന രീതി. നമ്മളെ ഒരു കാര്യം നമ്മൾ പഠിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അതിലൂടെ കടന്നു പോകുമ്പോ അതിന്റെ തിയറി പഠിക്കണം, അതിന്റെ പ്രാക്ടിക്കൽ ലെവല് പഠിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലേ? സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ആലിസ് മാഡം പറഞ്ഞതുപോലെ നമ്മൾ ഒരു കാര്യം ഒരു സെഷനിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയും നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യാനും നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾക്ക് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സെഷൻ ആരംഭിക്കുമ്പോൾ നമ്മൾക്ക് നമ്മളോട് തന്നെ ഈ 2024 വി ക്യാൻ മേക്ക് എ പ്രോമിസ്. നമ്മൾ ഇന്നത്തെ സെഷൻ കേൾക്കുന്നതിൽ നിന്ന് വി വിൽ ബി ടേക്കിംഗ് 3 points ആൻഡ് സ്റ്റാർട്ടിംഗ് പ്രാക്ടീസിംഗ് ഫ്രം ടുഡേ. ഓക്കെ, സൈലന്റ് പ്രയർ ഫോർ 30 seconds. സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന പുസ്തകം. What is love and why we need love and how we can practice love എന്നുള്ളതാണ് ഈ പുസ്തകത്തിന്റെ ഒരു അബ്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഹൗ ടു ഫൈൻഡ് ഇറ്റ്, കീപ് ഇറ്റ് ആൻഡ് ലെറ്റ് ഇറ്റ് ഗോ. ഒരു 4 പോർഷനിലായിട്ടാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് പോർഷൻ സോളിറ്റ്യൂഡ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കുള്ളൂ. കോമ്പാറ്റബിലിറ്റി ആണ് രണ്ടാമത്തെ പോർഷനിൽ പറയണത്. മൂന്നാമത്തെ പോർഷനിൽ ഹീലിങ്ങും, 4ാമത്തെ പോർഷനിൽ കണക്ഷനും. അങ്ങനെ 8 റൂളായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. 8 ബുക്ക് ക്ലബ് മെമ്പേഴ്സ് ആണ് ഇതിന്റെ കണ്ടന്റ് നമ്മളിലേക്ക് എത്തിച്ചു തന്നിട്ടുള്ളത്. ആസ് പാർട്ട് ഓഫ് പ്രചോദന നിങ്ങൾ ഓരോരുത്തരും ചെയ്തിട്ടുള്ള ഓഡിയോസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന് എത്രമാത്രം നിങ്ങൾ വായിക്കുകയും എഫേർട്ട് ഇട്ട് അതൊരു കാച്ചി കുറുക്കി നമ്മൾക്ക് കേൾക്കാൻ പാകത്തിനാക്കി തന്നിട്ടുണ്ട്. അതിന് ഈച്ച് ആൻഡ് എവറി പ്രചോദന ബുക്ക് ക്ലബ് മെമ്പേഴ്സിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. കാരണം നിങ്ങൾ ഓരോരുത്തരും ഇത്ര എഫേർട്ട് ഇടുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് കൺസിസ്റ്റന്റ്ലി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. ഞങ്ങള് ഈ ഒരു ബുക്ക് ക്ലബ്ബ് നമ്മളൊരു ബ്രെയിൻ ആൻഡ് ബിഹേവിയർ എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഇതൊരു പേപ്പറായിട്ട് പ്രസന്റ് ചെയ്തപ്പോ ഞങ്ങളോട് ഓഡിയൻസിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഹൗ യു മെയിൻറ്റെയിൻ ദ കൺസിസ്റ്റൻസി എന്നുള്ളതായിരുന്നു. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നതാണ്. ഒരു മാസം ഒരു ബുക്ക് നമ്മൾ സെലക്ട് ചെയ്ത് അത് 8 or 9 പേരിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നു. അപ്പൊ ഫിസിക്കലി നമുക്ക് ബുക്ക് വായിക്കാം, അല്ലെങ്കിൽ ഓഡിയോ കേൾക്കാം. അല്ലാന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓരോ മാസവും നമ്മൾ ചെയ്യുന്ന ഈ ഒരു ഡിസ്കഷൻ 1 മണിക്കൂർ ഇഫ് യു ആർ ഏബിൾ ടു ഇൻവെസ്റ്റ് വി ക്യാൻ ഗെറ്റ് ദ എസെൻസ് ഓഫ് ദാറ്റ് ബുക്ക്. അതും സാധിച്ചില്ല എന്നാണെങ്കിൽ വി ക്യാൻ ലിസൺ ടു ദ റെക്കോർഡിങ്സ് എന്ന് പറയുന്ന ഈ 4 മെത്തേഡിലൂടെ നമുക്ക് ബുക്കിന്റെ കണ്ടന്റ് നമ്മളിലേക്ക് എത്തുന്നു. തീർച്ചയായിട്ടും ഓട്ടോബയോഗ്രഫിയും സെൽഫ് ഹെൽപ്പ് ബുക്കുമാണ് നമ്മൾ ബുക്ക് ക്ലബില് എടുക്കുകയും വായിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇതൊന്നും നമ്മൾ അറിയാത്തതല്ല, പക്ഷെ ഈച്ച് ആൻഡ് എവറി ബുക്ക് എന്ന് പറയുന്നത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്. അപ്പോ ഈ ഒരു ബ്രെയിൻ ആൻഡ് ബിഹേവിയർ എന്ന് പറയുന്ന ഒരു കോൺഫറൻസിൽ നമ്മുടെ ഒരു പേപ്പറായിട്ട് പ്രചോദന ബുക്ക് ക്ലബിലെ കണ്ടന്റ് പ്രസന്റ് ചെയ്യാൻ സാധിച്ചതിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ്.
അത് സാധ്യമാക്കി തന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്. അതിനോട് പ്രത്യേകം നന്ദി പറയുന്നു. കാരണം അതിനോടുള്ള പ്രിപ്പറേഷൻസിലൂടെ പോയപ്പോഴും 44 ബുക്കിന്റെ ഒരു അബ്സ്ട്രാക്ട് നിങ്ങൾ ഓരോരുത്തരുടെ നിന്ന് കളക്ട് ചെയ്തപ്പോ ഇപ്പൊ നമുക്ക് ആ ഒരു വിരൽ തുമ്പില് നമ്മൾ എല്ലാവരും കൂടി ചെയ്ത ആ വർക്ക് നമ്മുടെ കയ്യിലുണ്ട് അല്ലെ. അത് തീർച്ചയായിട്ടും ഓരോരുത്തർക്കും 2025 നമ്മൾക്ക് തീർച്ചയായിട്ടും ഒരു പ്രചോദനമായിട്ട് ഈ ഒരു കൂട്ടായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ലേണിംഗ് നമുക്ക് ഉപകരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ പോർഷൻ എന്ന് പറയുന്നത് റൂൾ 1 ആണ്. റൂൾ 1 ലെറ്റ് യുവർ സെൽഫ് ബി എലോൺ എന്നുള്ളതാണ്. നമ്മുടെ ആദ്യത്തെ 20 വർഷം വി ആർ പ്രിപ്പയറിംഗ് ഫോർ ലവ് എന്നുള്ളതാണ്. അപ്പോ നമ്മൾ എങ്ങനെ നമ്മളെ സ്നേഹിക്കാൻ പഠിക്കുന്നു, ഓരോരുത്തരുടെയും ഡെഫിനിഷൻ ഓഫ് ലവ് ഡിഫറെന്റ് ആണെന്ന് പറഞ്ഞു അല്ലെ. നമ്മൾക്കറിയാവുന്ന കുറഞ്ഞ അറിവുകളാണെങ്കിലും അത് അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലുള്ള സന്തോഷം എന്ന് പറയുന്നത് കൊടുക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. കൊടുക്കുന്നതിൽ നിന്നുള്ള സന്തോഷം എന്ന് പറയുന്നത് വളരെ ഗ്രേറ്റ് ആണ് എന്ന് പഠിപ്പിച്ച എൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് ഞാൻ അത് ആദ്യമായിട്ട് ഈ ബുക്കിന്റെ റൂൾ നമ്പർ 1 വായിച്ചപ്പോൾ എനിക്ക് നന്ദി പറയാനുള്ളത്. കാരണം അവര് ജീവിച്ച് കാണിച്ചു തന്നതാണ് ഞാൻ കണ്ട ഏറ്റവും ആദ്യത്തെ സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ ഡെഫിനിഷൻ അവരിലൂടെയാണ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോ നമ്മൾ ആദ്യത്തെ 20 വർഷത്തിൽ നമ്മൾ നമ്മുടെ ചുറ്റുമുള്ളതിൽ നിന്ന് എന്ത് കാണുന്നു എന്നുള്ളതാണ് പ്രിപ്പയറിംഗ് us ടു ലവ് ദ വേൾഡ്. പിന്നീടുള്ള പ്രിപ്പയറിംഗ് ലവ്, എന്നിട്ട് ആ സ്നേഹമാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ആ പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നീടുള്ള വർഷങ്ങളില് നമ്മൾ കുറച്ചും കൂടിയും അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. പിന്നെ ലാസ്റ്റ് ഹാഫ് ആണ് പെർഫെക്റ്റിംഗ് ലവ്. നോബഡി ഈസ് പെർഫെക്റ്റ് ഹിയർ. നമ്മുടെ ഇംപെർഫെക്ഷനെ സ്നേഹിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുന്നത്, ലോൺലിനെസ് എന്ന സോളിറ്റ്യൂഡിലേക്ക് നമ്മൾക്ക് എങ്ങനെ യാത്ര, നമ്മൾ ഓരോരുത്തരും മനസ്സറിഞ്ഞ് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലേക്ക് നോക്കുക. ഞാൻ തനിയെ ആയിരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ കമ്പനി എൻജോയ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം. ഇതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സോളിറ്റ്യൂഡിന്, ലോൺലിനെസ് ടു സോളിറ്റ്യൂഡിലെ ഒരു കോട്ട് പറയേണ്ടത്. അത് ഓഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഞാൻ ഈ ഒരു ബ്രീഫ് നമ്മുടെ ഈ ഒരു ഡിസ്കഷനിലേക്ക്, ഇതിന്റെ റെക്കോർഡിംഗിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സെന്റൻസ് ആണ്. ലാംഗ്വേജ് ഹാസ് ക്രിയേറ്റഡ് ദ വേർഡ് ലോൺലിനെസ് ടു എക്സ്പ്രസ് ദ പെയിൻ ഓഫ് ബീങ് അലോൺ, ആൻഡ് ഇറ്റ് ഹാസ് ക്രിയേറ്റഡ് ദ വേർഡ് സോളിറ്റ്യൂഡ് ടു എക്സ്പ്രസ് ദ ഗ്ലോറി ഓഫ് ബീങ് അലോൺ. ഈ സോളിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഇറ്റ് ഇസ് എ ഫൗണ്ടേഷൻ ഓൺ വിച്ച് വി ബിൽഡ് അവർ ലവ്. പലപ്പോഴും ഇന്ന് നമ്മുടെ ഈ ഒരു ഫാസ്റ്റ് ലൈഫില്, ഡിസ്ട്രാക്റ്റഡ് ലൈഫില് നമ്മള് we are connected yet we are alone. അപ്പോ ആ ലെൻസ് ഓഫ് ലോൺലിനെസ്സിലൂടെ നോക്കുമ്പോൾ നമ്മൾ ഇൻസെക്യൂർ ആണ്. ആ ഒരു സ്പേസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് എന്ന് പറയുന്നത് ബാഡ് ഡിസിഷൻസ് ആയിരിക്കും. അറ്റ് ദ സെയിം ടൈം വി ആർ ഏബിൾ ടു എൻജോയ് അവർ സോളിറ്റ്യൂഡ്. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിച്ചാൽ വി വിൽ ബി ഓപ്പൺ ആൻഡ് ക്യൂരിയസ്. അപ്പോ ലോൺലിനെസ് ഇരിക്കുന്നവര് ലോകത്തെ നോക്കി കാണുമ്പോൾ അവർക്ക് ആങ്സൈറ്റിയും, സോളിറ്റ്യൂഡില് നമ്മൾക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിക്കുകയും ആ ഒരു ഇന്നർ പീസ് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്കും ഒരു ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് കാര്യങ്ങളെ നോക്കി കാണുന്നത്. ചലഞ്ചസ് വരുമ്പോഴും വാട്ട് ഐ ക്യാൻ ലേൺ ഫ്രം ദിസ് എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി ലോകത്തെ നോക്കി കാണാൻ നമുക്ക് സാധിക്കും. അതിന്റെ ആദ്യത്തെ പടിയാണ് ഇവര് പറയുന്നത്, നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിക്കണം. നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ വാല്യൂസ് എന്താ, ഏതൊരു റിലേഷൻഷിപ്പിലും ഒരു കോർ വാല്യൂസ് നമുക്ക് മാച്ച് ചെയ്യണം. അതിന് ഞാൻ ആരാണെന്ന് ഞാൻ ആദ്യം തിരിച്ചറിയണം. എന്റെ വാല്യൂസ് എന്താ, എന്റെ ഇൻട്രസ്റ്റ് എന്താ, എന്റെ നീഡ്സ് എന്താ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് എന്റെ വാട്ട് വി ഡു പ്രൈവറ്റ്ലി ഗെറ്റ് അപ്രീഷിയേറ്റഡ് പബ്ലിക്ലി എന്ന് നമ്മൾ പറയും അല്ലെ. അപ്പൊ അതേപോലെ തനിയെ ആയിരിക്കുന്ന ഞാൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻസ്. കൂടാതെ ഏതൊരു കാര്യവും ഒരു ട്രാൻസ്ഫോർമേഷൻ നമ്മളിലേക്ക് വരണമെങ്കിൽ ഒരു 3C ഇതിൽ പറയുന്നുണ്ട്. ആദ്യത്തെ ഭാഗത്തില് റൂൾ നമ്പർ 1, അതായത് വി നീഡ് ടു ഗെറ്റ് കോച്ചിങ്. അതാണ് ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തത്.
അതിന് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒത്തന്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പറഞ്ഞു തരാൻ പാകത്തിനുള്ള മെന്റേഴ്സിന്റെ അടുത്ത് പോകണം, കോച്ചസിന്റെ അടുത്ത് പോകണം, അല്ലെങ്കിൽ അതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സസ് നമ്മൾ ചെയ്യണം. കോച്ചിങ് വേണം. ഈ എന്ത് കാര്യവും നമുക്കത് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് കൺസിസ്റ്റൻസി വേണം. വി നീഡ് ടു പ്രാക്ടീസ്. അപ്പൊ കോച്ചിങ്, കൺസിസ്റ്റൻസി, ആൻഡ് ഇഫ് വി ആർ ഏബിൾ ടു ഡു ദാറ്റ് ആസ് എ കമ്മ്യൂണിറ്റി, that maintains that consistency. അപ്പോ ആസ് എ കമ്മ്യൂണിറ്റി പ്രചോദന ബുക്ക് ക്ലബ് എന്ന് പറയുന്ന ആശയം ഓരോ മാസവും നമ്മൾ ഓരോ ബുക്ക് വായിച്ച് 44ാമത്തെ പുസ്തകത്തിൽ എത്തി നിൽക്കുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വി ആർ ഡൂയിങ് ദിസ് ആസ് എ കമ്മ്യൂണിറ്റി. വീണ്ടും അതിനോട് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ രണ്ടാമത്തെ പോർഷൻ എന്ന് പറയുന്നത് ഷീബ മാം ആണ്. ഷീബ മാം ഇന്ന് ജോയിൻ ചെയ്തിട്ടില്ല. അതിന്റെ ഒരു റീസൺ, കാരണം KSEB-ന്ന് റിട്ടയർ ചെയ്ത് അതിനുശേഷം നമ്മുടെ ഉള്ളിലുള്ള ടാലന്റിനെ കണ്ടെത്തി സ്റ്റിച്ചിങ്ങും ഗാർമെന്റ് സെക്ഷനും അങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള സ്പേസ് ഇഷ്ടമുള്ള ഷീബ മാം ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാത്തതിനോട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഡം ഭാവ്നി എന്ന് പറഞ്ഞിട്ട് മാഡത്തിന്റെ ഒരു അപ്പാരൽ ഷോപ്പ് ഓപ്പൺ ചെയ്തു. ആഫ്റ്റർ റിട്ടയർമെന്റ് ഒരു 3-4 months ആയിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട്. ആഫ്റ്റർ അതിന്റെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഉഷ. അതുകൊണ്ട് എനിക്ക് ഇന്ന് ബുക്ക് ക്ലബിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു ഈ ഒരു ആശയം തന്നെ, കാരണം ആഫ്റ്റർ റിട്ടയർമെന്റ് ഷീ ഈസ് ഡൂയിങ് സംതിങ് ആൻഡ് പാഷനേറ്റ്ലി അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുന്നു, ലേണിംഗ് സംതിങ് എന്നുള്ളത് തന്നെ നമുക്കൊരു മോട്ടിവേഷൻ ആണ്. മാഡം പറഞ്ഞിട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് കർമ്മ. നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്നത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അപ്പോ ഷീബ മാമിനോടുള്ള ആശംസകൾ. കാരണം മാഡം മുമ്പ് നമ്മളുടെ ബുക്ക് ക്ലബിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഇൻ ബിറ്റ്വീൻ ടൈം, അതായത് ലഞ്ച് ബ്രേക്ക് ഇവർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു അരമണിക്കൂറൊക്കെ കിട്ടുള്ളൂ എന്നാ പറഞ്ഞത്. അതില് പാഷനേറ്റ് ആയിട്ട് സ്റ്റിച്ചിങ് പഠിക്കണം എന്നുള്ളത് കൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന സമയം കട്ടെടുത്താ ഞാൻ എന്റെ വർക്കിംഗ് സമയത്ത് ഞാൻ ഇതെല്ലാം പഠിച്ചേന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളോട്. അപ്പൊ നമുക്ക് പാഷനേറ്റ് ഉള്ള കാര്യങ്ങള് നമ്മൾ സമയം കണ്ടെത്തി നമ്മൾ അത് ചെയ്യും എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഷീബ മാമിന്റെ ആക്ടിവിറ്റീസും മാമിന്റെ ഈ ഒരു എന്റർപ്രണർ വെഞ്ചറും. അപ്പൊ അതും നിങ്ങൾ ഓരോരുത്തരും സപ്പോർട്ട് ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. മൂന്നാമത്തെ പോർഷൻ എന്ന് പറയുന്നത് രഞ്ജിന ചേച്ചിയാണ്. ഓവർ ടു യു ചേച്ചി. ഓക്കെ, താങ്ക് യു ഉഷ. ഈ ബുക്ക് ജയ് ഷെട്ടിയുടെ 8 Rules of Loveല് 3rd പോർഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 3rd പോർഷനില് ഗാർഹസ്ഥ്യം, ഒരു ഗൃഹസ്ഥൻ എങ്ങനെ സ്നേഹത്തിനെ കാണണം, എങ്ങനെ സ്നേഹത്തിനെ ചെറിഷ് ചെയ്യണം, നറിഷ് ചെയ്യണം, കൾട്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ് ഡീപ്പായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതില് 4 phases ഓഫ് ലവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ 4 phases ഓഫ് ലവ് കാച്ചിക്കുറിക്ക് പോലെ ഇദ്ദേഹം ഉണ്ടാക്കുന്നതിന്റെ പുറകില് അദ്ദേഹത്തിന് ഭക്തി വേദാന്തത്തിൽ നിന്ന് കുറച്ച് കോൺസെപ്റ്റ്സ് എടുത്തിട്ടാണ് പുള്ളി ഈ ഒരു ഇതിലേക്ക് ഒരു നമുക്കിപ്പോ ഇങ്ങനെ 4 പോയിന്റ്സ്, അതായത് അട്രാക്ഷൻ, ഡ്രീം, സ്ട്രഗിൾ ആൻഡ് ഗ്രോത്ത് ആൻഡ് ദെൻ ട്രസ്റ്റ്, ഇതിലേക്ക് വന്നത് അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടിട്ടാണ്. പക്ഷെ ഇത് നമ്മൾക്ക് പറയുമ്പോഴത്തേക്ക് നമുക്കിത് കൃത്യമായിട്ട് മനസ്സിലാവും. ബിക്കോസ് ഇത് നമ്മളും കുറെയൊക്കെ വെസ്റ്റേൺ എഡ്യൂക്കേറ്റഡ് ആണ്, നമുക്ക് കുറെ വെസ്റ്റേൺ ഫിലോസഫീസ് അറിയാം. അത് എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഭക്തിവേദാന്തത്തിൽ ഇത് നമുക്ക് എന്തോ അത് നമുക്ക് ഡൈജസ്റ്റബിൾ അല്ല, ബിക്കോസ് നമ്മൾ അതുമായിട്ട് താതാത്മ്യപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പക്ഷെ അദ്ദേഹം അതിൽ നിന്നാണ് ഇത് ഇൻസ്പയർഡ് ആയിട്ട് പറയുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ 4 phases ഓഫ് ലവ് നമുക്ക് വളരെ അനുഭവവേദ്യമായിരിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോ സിനിമകളൊക്കെ കാണാറുണ്ടല്ലേ, നമ്മൾ നോക്കിക്കോളൂ, ഭൂരിഭാഗം സിനിമകളും ഒരു കല്യാണം എങ്ങനെ നടക്കാം അതിനുള്ള സ്ട്രഗിളാണ്. അവസാനം എന്താണ്? കല്യാണം നടന്നു, ദേ ആർ ഹാപ്പിലി മാരീഡ് അല്ലെങ്കിൽ ഹാപ്പിലി എവർ ആഫ്റ്റർ, അങ്ങനെയാണല്ലേ. പക്ഷെ ഇത് മാത്രമല്ല ലൈഫ്. ഇത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കണു എന്നുള്ളത് പല സിനിമകളിലും, മലയാള സിനിമകളിലുണ്ട്. എന്നാലും കൂടുതൽ ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്ന ആ ഒരു അട്രാക്ഷൻ ഫേസും അവരെ ഡ്രീം ചെയ്യുന്ന, ഒരുമിച്ച് ജീവിക്കാനുള്ള ഡ്രീം ചെയ്യുന്ന ഫേസും ഒക്കെയാണ്. അത് ഇതിൽ പറയുന്ന 2 phases കൂടെ കടന്നു പോകുന്നതാണ്. അവിടെ കല്യാണത്തോടുകൂടി ഈ 2 phase എൻഡ് ചെയ്യും. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ട്രഗിൾ ആണ്. സ്ട്രഗിൾ എന്ന് പറയുന്ന എക്സ്ട്രീംലി ഡിഫിക്കൾട്ട് ഫേസ്. ബിക്കോസ് 2 ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ നിന്നുള്ള ആൾക്കാർ വന്ന് ഒരുമിക്കുകയാണ്.
അപ്പൊ ഇതിലിങ്ങനെ സ്പാർക്കും ഫ്രിക്ഷൻ സ്പാർക്ക് ആൻഡ് ഫ്രിക്ഷൻ ഇങ്ങനെ നടക്കുവാണ്. ഇതൊക്കെ സിനിമകളിൽ കാണിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കാണാൻ വരുമോ? അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനത്തെ ഒന്നും കാണിക്കാത്ത. ബട്ട് ചില സിനിമകൾ അത് പ്രതിപാദിക്കുന്നുണ്ട് താൻ. ഇതില് ഈ സ്ട്രഗിൾ ആൻഡ് ഗ്രോത്തിലാണ് പല മാരേജുകളും ഡിസിൻറ്റഗ്രേറ്റ് ആയി പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ പുതിയൊരു കോയിൻ ചെയ്തിട്ട് പോലും ഉണ്ട്, ഗ്രേ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് 50 കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ ഡിവോഴ്സ് ചെയ്യാണ്. എന്താ കാര്യം? 50 കഴിഞ്ഞപ്പോഴാണ് അവർക്ക് കൂടുതൽ സമയമുള്ളത് പരസ്പരം ഇരിക്കാനും ഇത് ചെയ്യാനും. അതുവരെ ഓട്ടപ്പാച്ചിലായിരുന്നു ജോലിക്ക് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ ജീവിക്കുമ്പോഴത്തെ ഇത് ഞാൻ ഇതിന് മുമ്പ് കേട്ടിട്ടുള്ളത് ഒരു 10-20 കൊല്ലം മുമ്പ് ഗ്രേ ഡിവോഴ്സുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ജപ്പാനിലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അപ്പൊ ഇപ്പൊ ഇന്ത്യയിലും ഈ ഒരു സംഭവം വളരെ വളരെ കോമൺ ആണ്. കാരണം എന്താണ്? ദേ ആർ സ്ട്രഗ്ലിങ്, ദേ കനോട്ട് കോപ്പ് അപ്പ് വിത്ത് ഈച്ച് അതർ. എന്താ ഒരു ചെറിയ കാര്യം പോലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ റസീന മാം പറഞ്ഞ പോലെ ഒരു ദോശ ഇട്ട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങോട്ട് ഡിവോഴ്സ് ചെയ്യുക. ഇത് ഗ്രേന്റെ കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ ജെൻസിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അമ്മ, ഇവിടുത്തെ അമ്മ, എന്റെ ഹസ്ബൻഡിന്റെ അമ്മ പറയും, മോനെ നീ അത് കഴുകണ്ട, അത് അച്ഛമ്മ കഴുകി വെച്ചോളാം എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, നോ അമ്മ, ഹി ഹാസ് ടു ലേൺ ദാറ്റ് സ്കിൽ. അപ്പൊ അമ്മ ചോദിക്കുക, എന്ത് നീ പാത്രം കഴിക്കുക അടിച്ചു വായിക്കുക ഒക്കെ ചെയ്യുക കുട്ടിയെ കൊണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ വേണം, അത് അത്യാവശ്യമാണ്. കുറച്ചൊക്കെ കുട്ടികൾ അത് പഠിക്കണം, ഇല്ലെങ്കിൽ പിന്നീട് അവർ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ബിക്കോസ് ഈ റസീന മാം പറഞ്ഞതാണ്, ഭാര്യയ്ക്ക് 70,000 രൂപ സാലറി, ഹസ്ബൻഡിന് 50,000 രൂപ സാലറി. അപ്പൊ ഞാൻ എന്തിനു തനിക്ക് ഇതുണ്ടാക്കി തരണം, ചായ ഉണ്ടാക്കി തരണം, തനിക്ക് കൈക്ക് വല്ല കുഴപ്പമുണ്ടോ, ഉണ്ടാക്കി കുടിച്ചൂടെ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് മുട്ടും മടക്കി പോവാണ്. അപ്പൊ ഇതാണ് മാരേജിന്റെ സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം പറയുന്നുണ്ട്, ജയ് ഷെട്ടി പറയുന്നുണ്ട്, ജയ് ഷെട്ടി ഈ കുട്ടിയെ രാധിക ഡേറ്റ് ചെയ്ത സമയത്ത് പലപ്പോഴും ഇമെയിലും മെസ്സേജസ് ഒക്കെ അയച്ചിട്ട് 5 ദിവസം വെയിറ്റ് ചെയ്യത്രേ. എന്നിട്ട് ഒരു മെസ്സേജും കൂടെ കൊടുക്കും, ഞാൻ ഇങ്ങനെ അയച്ചിട്ടുണ്ടേ, ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട്. സോ അത്ര അദ്ദേഹം അക്കോമഡേറ്റീവ് ആണ്. ബിക്കോസ് അദ്ദേഹത്തിന് അറിയാം പുള്ളിക്കാരി ചിലപ്പോൾ 100 മെസ്സേജിന്റെ ഇടയ്ക്ക് ഇത് കണ്ടു കാണില്ല. അപ്പൊ ഇങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ആൻഡ് എന്താ പറയാ, നമ്മൾ മാത്രമല്ല, നമ്മളുടെ സ്പേസ് മാത്രമല്ല, മറ്റൊരാളുടെ സ്പേസും കൂടി ഇതിലേക്ക് വരികയാണ്. നോ ടു ബ്രെയിൻസ് ആർ എലൈക്ക് എന്ന് പറയും. അത് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ബ്രെയിൻ വയറിംഗ് ഉള്ള ഒരാള് നമ്മളുടെ കൂടെ വന്ന് 24/7 നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ തിങ്സ് ആർ ബൗണ്ട് ടു ഹാപ്പൻ. അതിൽ പറയുന്നുണ്ട്, ഇഫ് സംതിങ് ഹാസ് ടു ഗോ ബാഡ് ഇറ്റ് വിൽ ഗോ ബാഡ്. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, ദീസ് തിങ്സ് ആർ ഡിസൈൻഡ് ടു അനോയസ്, റിലേഷൻഷിപ്സ് ആർ ഡിസൈൻഡ് ടു അനോയസ്. അതിൽ പറഞ്ഞിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ ശരിയാണ്, എത്ര കറക്റ്റ് ആണ്. അപ്പം ഇതില് കുറച്ച് എനിക്ക് ബാലിശ്യമായിട്ട് തോന്നിയൊരു കാര്യം, അതായത് ഡേറ്റ് 1, ഡേറ്റ് 2, ഡേറ്റ് 3, 3 ഡേറ്റിൽ നമുക്ക് ആൾക്കാരെ അറിയാൻ പറ്റുന്ന ഒരു വെസ്റ്റേൺ കോൺസെപ്റ്റ് ആണ് ഡേറ്റിങ്ങിന് പോവാന്ന് പറയും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ ഇത് എക്സാക്ട്ലി നമ്മൾക്കിപ്പോ ഡേറ്റ് ചെയ്യണ ഒരു പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിയും കിട്ടി, പക്ഷെ കല്യാണം കഴിക്കാനായിട്ട് ഒരാളെ ഒന്ന് കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കാൻ പറ്റണ്ടേ? ഇത് സംസാരിക്കാൻ അറിയാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. ഇവർക്ക് ഇത് കറക്റ്റ് ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളൊക്കെ ആ ഫേസ് കഴിഞ്ഞതുകൊണ്ട് നമുക്ക് സ്ട്രഗിൾ ആൻഡ് ഗ്രോത്ത് ഫേസ് ആണ് എനിക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ എന്റെ വോയിസ് നോട്ടിൽ പറഞ്ഞ പോലെ എനിക്കറിയാവുന്ന ഒരു കപ്പിൾസ് ആണ്. ഇന്നും അവര് സ്ട്രഗിൾ ചെയ്യുകയാണ്. ബിക്കോസ് ഹസ്ബൻഡിന് വൈഫിന്റെ ഒരു ആസ്പെക്ട് ഓഫ് ക്യാരക്ടർ ഇഷ്ടമല്ല. വൈഫിന് ഭയങ്കര സ്വർണത്തിനോടുള്ള ഭ്രമമാണ്. 5 രൂപ കിട്ടിക്കാൻ, അതായത് 5000 രൂപ കിട്ടിക്കാൻ പുള്ളിക്കാരി കൊണ്ടുപോയിട്ട് ഗോൾഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ വൈഫ് പറയുന്നതിൽ ഒരു പോയിന്റ് എന്താ വെച്ചാൽ, ഇത് നാളെ നമുക്ക് പൈസ ആക്കാം. പക്ഷെ ഇദ്ദേഹം കാണുന്നത് അവർക്ക് സ്വർണത്തിനോടുള്ള ഭ്രമം, ഈ മാല ഇട്ടുകൊണ്ട് നടക്കണം, വള ഇട്ടുകൊണ്ട് നടക്കണം എന്നൊക്കെയുള്ള ഭ്രമമാണ് അദ്ദേഹത്തിന് തീരെ അരോചകമായിട്ടുള്ളത്. പക്ഷെ ഒരുപാട് റീസൺസ് കൊണ്ട് അവർ ഒരുമിച്ച് ജീവിക്കണം. ഇതില് ആ 4th പോയിന്റ്, ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്നേ ഇല്ല ഇവര് തമ്മിൽ. അപ്പം ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് പോകുന്നത്. അപ്പം എല്ലാ സ്ഥലത്തും ഒരു സ്ട്രഗിൾ ആണ് അവർക്ക്. ഏത് കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം, അതന്നേ പറഞ്ഞതല്ലേ, ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാത്തതുകൊണ്ട് ഇന്നും സ്ട്രഗിൾ ആണ് ഇതില്. അപ്പൊ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ വെൻ വി ഫൈൻഡ് എൻ അട്രാക്റ്റീവ് പേഴ്സൺ, വി ഡ്രീം അബൌട്ട് ഇറ്റ്, ഒരു സീരീസ് ഓഫ് ക്വസ്റ്റ്യൻസ് പുള്ളി തരുന്നുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് അവരോട് ചോദിക്കാവുന്നതാണ്. സം ക്വസ്റ്റ്യൻസ് ആർ വെരി അൺസെറ്റിലിംഗ്, നമ്മളെ കുറച്ച് ഡിസ്റ്റർബ് ചെയ്യും. പക്ഷെ എന്നാൽ ആ ചോദ്യങ്ങളിലൂടെ നമുക്ക് ഒരാളുടെ അന്തരംഗം കണ്ട് മനസ്സിലാക്കാൻ കഴിയും. പല
സിറ്റുവേഷൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓക്കെ വി ആർ സംവാട്ട് സിമിലർ, നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ സിമിലാരിറ്റി ഉണ്ട്, ഒത്തുപോകാൻ കഴിയും. അങ്ങനെ ഒത്തുപോകുമ്പോൾ മാരേജിലേക്ക് വന്ന് പിന്നീട് സ്ട്രഗിൾ ഉണ്ടാവും. സ്ട്രഗിൾ ഉറപ്പാണ്, ഇന്നവിറ്റബിൾ ആണ് ആ കാര്യം. അതിനുശേഷം ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. ഒരുമിച്ചിരുന്ന് പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകണം. ഉഷ പറഞ്ഞ പോലെ ഞാനിപ്പോ 3.5 വർഷമായി പ്രചോദനയില് ജോയിൻ ചെയ്തിട്ട് ഞാൻ ആക്ച്വലി സംസാരിക്കുന്ന രീതി തന്നെ മാറിപ്പോയിട്ടുണ്ട്. എന്റെ പ്രശ്നങ്ങളെ സമീപിക്കുന്ന എന്റെ രീതികൾ മാറിപ്പോയിട്ടുണ്ട്. ഞാൻ ഞാൻ പല ബുക്കുകളും മുഴുവനായിട്ട് തന്നെ കേട്ടിട്ടില്ല എങ്കിൽ പോലും ഞാൻ പഠിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ, ഈവൻ പ്ലസ് റെസ്പോൺസ് ഇസ് ദ ഔട്ട്കം. കഴിഞ്ഞ മാസം ആക്ച്വലി എൻ്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ വളരെ പ്രയാസപ്പെട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്യുവാണ്, എൻ്റെ ഹസ്ബൻഡ് എന്നെ മനസ്സിലാക്കാനില്ല, പല ദിവസങ്ങളിൽ ചെയ്യുവാണ്, എനിക്ക് മരിച്ചാൽ മതി, ഞാൻ ദൈവത്തിനെ ശപിക്കുവാണെന്ന് എന്നോട് പറഞ്ഞതാണ് ആ കുട്ടി. അപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് സംസാരിച്ചു. എന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോഴേക്കും ആള് ഭയങ്കര ഉള്ളിലിങ്ങനെ തിളച്ച് മറിയാണ് ഒരു കടല്, നമുക്കത് കാണാൻ പറ്റും. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ കുട്ടിയോട് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ കാമാവാ, ആദ്യം തന്നെ നല്ല ക്ലിയർ വോയിസിൽ അദ്ദേഹത്തിനോട് സംസാരിക്കുക, ഞാൻ ഇന്നതാണ് ആഗ്രഹിക്കുന്നത് എന്ന്. നിന്റെ ആഗ്രഹങ്ങൾ നീ ആദ്യം മുന്നോട്ട് വെക്കുക, നിന്റെ നിലപാടുകൾ വ്യക്തമാക്കുക. നിലപാട് വ്യക്തമാക്കുക, നമ്മൾ ചിലപ്പോൾ ഇമോഷണൽ ആയിട്ട് ഷൗട്ട് ചെയ്തിട്ടൊന്നും കാര്യമില്ല, കൃത്യമായ കാര്യങ്ങൾ പറയുക. ഒരു 2 വീക്സിന്റെ ഗ്യാപ്പില് ഈ കുട്ടി ഇതിന്റെ പ്രോബ്ലംസ് മുഴുവൻ പാച്ചപ്പ് ചെയ്തു. ഈ കുട്ടി ധൈര്യസമേതം മുന്നോട്ട് ചെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം അതിന്റെ മുമ്പിൽ മുട്ടുകുത്തിപ്പോയി. ബിക്കോസ് അദ്ദേഹത്തിന് ഈ കുട്ടിയാണ് വലുത്. പക്ഷെ ഇവള് പറയുന്ന ചില കാര്യങ്ങൾ പറയുന്ന ചിലപ്പോൾ ടോണിന്റെ പ്രത്യേകത കൊണ്ട് അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്യാറില്ല, അദ്ദേഹം അതിന് കൗണ്ടർ ചെയ്യും. പുള്ളിക്കാരന് വക്കീലാണ്, പുള്ളി കൗണ്ടർ ചെയ്യാൻ മിടുക്കനാണ്. അപ്പൊ അപ്പൊ ഇവളെന്തായി, അതിനേക്കാളും നല്ല വക്കീലാവാൻ ശ്രമമായി. അപ്പൊ ഇത് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തിരിച്ചു വന്ന് പറഞ്ഞു, നോ, ഫോർ മീ യു ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ ഇൻ മൈ ലൈഫ്, ഐ എം റെഡി ടു കം ഡൗൺ എന്ന് പറഞ്ഞപ്പോ അവരുടെ ലൈഫിലുള്ള പ്രോബ്ലംസ് മുഴുവൻ ഇല്ലാതെ. ഈ കുട്ടി പറയുന്നത്, എന്തോ ഞാൻ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങള് ചേർത്ത് വെച്ച് ഇത് വർക്കൗട്ട് ചെയ്തു എന്നുള്ളതാണ്. സോ ദ എൻറ്റയർ തിങ് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു പ്രചോദന, ബിക്കോസ് വി ഹാവ് ബീൻ റീഡിങ്, വി ഹാവ് ബീൻ ലിസണിങ്, വി ഹാവ് ബീൻ ഗ്രോയിങ് ടുഗെദർ. Okay, so really huge thanks to Alice ma'am and Usha for bringing this platform to us, and we are growing, we are still growing. ഈ ബുക്ക് അതിന്റെ ഉത്തമ ഉദാഹരണമാണ്. നമ്മൾ എങ്ങനെ സ്നേഹിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ്. ഈവൻ എന്നെക്കാളും വളരെ ചെറുപ്പക്കാരനാണ് ഇത് എഴുതിയിട്ടുള്ളെങ്കിലും പോലും ഒരു മഹർഷിയുടെ മനസ്സോടുകൂടി ഒരു സോളിറ്റ്യൂഡ് എന്താണെന്ന് ആഗ്രഹിക്കുന്ന ഒരാള് മെഡിറ്റേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. സോ ലോട്ട് ഓഫ് തിങ്സ് നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്, ഇനിയും പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് പ്രചോദന. താങ്ക് യു രഞ്ജിനി ചേച്ചി. തീർച്ചയായിട്ടും നമുക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഈ പുസ്തകം വായിച്ചിട്ട് അതാണ് അതിന് തയ്യാറെടുക്കൂ എന്ന് പറയാൻ പാകത്തിനുള്ള കണ്ടന്റ് ഇതിനകത്ത്. യെസ്, അബ്സല്യൂട്ട്ലി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് പലപ്പോഴും നമുക്ക് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുന്നു? അപ്പോൾ നമ്മുടെ അസംഷൻസും എന്താ പറയുക എക്സ്പെക്ടേഷൻസും മീറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ഭാഗത്തില് നമ്മുടെ ഇൻട്രസ്റ്റുകളും നമ്മുടെ വാല്യൂസും എല്ലാം മാച്ച് ചെയ്യണം. അതിന് നമ്മൾ ഒബ്സർവ് ചെയ്ത് കൃത്യമായിട്ട് നമ്മുടെ ജിംകിന്റെ ലിമിറ്റ്ലെസ് എന്ന് പറയുന്നത് ബ്രെയിനിന്റെ കപ്പാസിറ്റിയിൽ പറയുന്നുണ്ട് ഒരുപാടധികം ടെക്നിക്സ്. മോം ടെക്നിക് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ആ മോമിന്റെ ഓ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആണ്. നമ്മുടെ ചുറ്റുമുള്ളവരെ ഒബ്സർവ് ചെയ്താല് അവര് ഇപ്പൊ രഞ്ജിനി ചേച്ചി പറഞ്ഞതുപോലെ പ്രോബ്ലത്തിലാണോ നമ്മുടെ ഒരു ഫ്രണ്ട് എന്നുള്ളത് നമ്മുടെ ഒബ്സർവേഷനില് ഇന്ററാക്ഷനിൽ നമുക്ക് മനസ്സിലാവും. തീർച്ചയായിട്ടും നമ്മുടെ നമ്മള് ഈ ഒരു ബുക്കുകളിലൂടെ കടന്നു പോകുന്നതാണെങ്കിലും അതെ, നമ്മുടെ ഡിസ്കഷൻസിൽ വരുന്നതാണെങ്കിലും അതെ, ഒരു ലൈഫ് ബെറ്റർ ആകാൻ ഉപകരിക്കുന്നു എന്ന് കേൾക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം നമ്മൾ അറിയാത്തൊരു വ്യക്തി എവിടെയോ ഇരുന്ന് ദ ലൈഫ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. നമ്മള് ഇപ്പൊ കഴിഞ്ഞ ദിവസം ജോസഫ് അന്നക്കുട്ടി ജോസിന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞു, കൈയടിക്കണ ഒരു ഭയങ്കര ഡയലോഗ് പറയുമ്പോൾ, കൈയടിക്കുന്നു, ആ കൈയടിയോടുകൂടി അത് തീർന്നു. അതല്ല കാര്യം. നമ്മുടെ ലൈഫിൽ ഗെറ്റിംഗ് ബെറ്റർ, നമ്മുടെ ലൈഫ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. നമ്മൾ അറിയാത്തൊരു വ്യക്തി എവിടെയോ ഇരുന്ന് ദ ലൈഫ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. നമ്മൾ
ആലിസ് മാഡം തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻസൈറ്റുകളിൽ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മുടെ ടൈം എന്ന് പറയുന്നത് വളരെയധികം പ്രഷ്യസ് ആണ്. അത് പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ, ലൈഫ് ബെറ്റർ ആകാൻ, നമ്മുടെ ചുറ്റുമുള്ളവരുടെയും ബെറ്റർ ആകാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു രഞ്ജിനി ചേച്ചി. നൗ ഡോക്ടർ ബിന്ദു. ഹലോ, ഗുഡ് ഈവനിങ്. കേൾക്കുന്നില്ല. സോ കേൾക്കാമോ? യെസ്, കേൾക്കാം ഇപ്പോ. സോ ആദ്യം തന്നെ ഗുഡ് ഈവനിങ് എവറിബഡി. ആദ്യം തന്നെ ഞാനൊരു അപ്പോളജി പറയാണ്, കാരണം എനിക്ക് ഓഡിയോ ഇടാൻ പറ്റിയില്ല. പിന്നെ ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്ത് തന്ന അലിസ് മാമിനും ഉഷയ്ക്കും വളരെ താങ്ക്സ്. കാരണം ശരിക്കും ഇതൊരു മസ്റ്റ് റീഡ് ബുക്കാണെന്ന് ഉള്ള അഭിപ്രായമാണ് എനിക്കിത്. കേൾക്കാമോ ഉഷ? കേൾക്കാമോ? ബ്രേക്ക് ആവുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം. ആ മൈക്ക് ഇങ്ങനെ തന്നെ പിടിച്ചു പറഞ്ഞു. ഓക്കെ, ശരി. അപ്പം ഇതിനകത്ത് എനിക്കിപ്പം ഈ ബുക്കിൽ എനിക്ക് വായിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു പ്രസന്റേഷൻ ആണ്. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ബുക്ക് എഴുതിയേക്കുന്ന രീതി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ആദ്യമേ ഒരു കോട്ടൊക്കെ തുടങ്ങി, പിന്നെ കുറച്ച് എക്സാമ്പിൾസ് പറയുന്നു, പിന്നെ കുറെ പ്രാക്ടിക്കൽ ടിപ്സ് പറയുന്നു, മെഡിറ്റേഷൻ ടെക്നിക്കുകൾ പറയുന്നു. നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര മോട്ടിവേറ്റഡ് ആവുന്ന ഒരു സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ആണത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത്. അപ്പം എൻ്റെ റൂൾ എന്ന് വെച്ചാൽ റൂൾ നമ്പർ 5 ആണ്, പർപ്പസ് കംസ് ഫസ്റ്റ് എന്നാണ്. അതിന്റെ ആദ്യത്തെ ആ കോട്ട് തന്നെ നല്ലൊരു കോട്ടോട് കൂടിയാണ് തുടങ്ങിയിരിക്കുന്നത്. ദ മീനിങ് ഓഫ് ലൈഫ് ഈസ് ടു ഫൈൻഡ് യുവർ ഗിഫ്റ്റ് ആൻഡ് ദ പർപ്പസ് ഓഫ് ലൈഫ് ഈസ് ടു ഗീവ് ഇറ്റ് അവേ. അതായത് നമുക്ക് ഒരു നിധി എവിടെയോ വെച്ചിട്ടുണ്ട്, അത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മീനിങ് ഓഫ് ലൈഫ്, നമ്മുടെ അർത്ഥം, ജീവിതത്തിന്റെ അർത്ഥം. പക്ഷെ അത് കൊടുക്കുക, അത് ടു ഗിവ് ഇറ്റ് അവേ, നമുക്ക് കിട്ടിയ നിധി നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പർപ്പസ് ഓഫ് ലൈഫ് എന്ന്. അത് ഭയങ്കര അതൊരു ടച്ചിങ് ആയിട്ട് തോന്നി. പിന്നെ ഇതിനകത്ത് മെയിൻലി പറഞ്ഞേക്കുന്നത് ധർമ്മ, ദ കോമ്പസ്, അതായത് ധർമ്മത്തിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. ഒരു റിലേഷൻഷിപ്പിലായാലും ലവ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു ധർമ്മ, അത് നമ്മളെ ഒരു എന്താണ് 4 pursuits ഓഫ് ലൈഫ്, അത് ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ. അതിനകത്ത് ഫസ്റ്റ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മുടെ ധർമ്മയാണ്. അപ്പൊ ധർമ്മ എന്ന് പറയുന്നത് എന്താണ് ജയശക്തി ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്, ഒരു ധർമ്മ ഇസ് ദ ഇന്റർസെക്ഷൻ ഓഫ് പാഷൻ, എക്സ്പെർട്ടൈസ് ആൻഡ് സർവീസ് എന്നാണ്. So living your dharma means that you have connected your natural talents and interest with the need that exists in the universe. അതായത് ധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ജോലി അല്ല ധർമ്മം. നമ്മുടെ ഇൻട്രസ്റ്റ് എന്താണോ, നമ്മുടെ പാഷൻ എന്താണോ, നമ്മൾ എന്താണ്, വാട്ട് യു ആർ ലോങ്ങിങ് ഫോർ, ദാറ്റ് ഈസ് വാട്ട് ഈസ് അവർ ധർമ്മ. അപ്പം ഓരോ മനുഷ്യർക്കും അവരവരുടേതായ ധർമ്മം ഉണ്ട്. ആ ധർമ്മത്തിനെ ബേസ് ചെയ്തിട്ടാണ് അവരുടെ അർത്ഥം, അല്ലെങ്കിൽ ആ ഒരു പെർസ്യൂട്ടിന്, അല്ലെങ്കിൽ ആ ഒരു പേർപ്പസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ സ്പെൻഡിങ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ ആ ഒരു മണി റിലേറ്റഡ് മാറ്റേഴ്സ് ഒക്കെ അത് വരുന്നത്. അത് തന്നെയാണ് നമ്മുടെ ഒരു കാമ, നമ്മുടെ ഒരു ഫുൾഫിൽമെന്റ്. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിനെല്ലാം, ഈ 3 കാര്യത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ മോക്ഷ, അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മോക്ഷത്തിലേക്ക് എത്തുന്നതെന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ധർമ്മ. അതാണ് നമ്മുടെ ലൈഫിൽ ഒരു സൂചിക, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു ലവ്, ഹൗ ടു ലവ്, അതിനൊരു സൂചികയായിട്ട് നമ്മുടെ ധർമ്മം, നമ്മുടെ ഇൻട്രസ്റ്റ്, നമ്മുടെ പാഷൻ, അതാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം ജയശെട്ടിയുടെ അടുത്ത് ഒരു ക്ലയന്റ് വന്നു. അപ്പം ഹസ്ബൻഡ് വൈഫുമാണ് വന്നേക്കുന്നത്. അപ്പം ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങളുടെ പ്രയോറിറ്റീസ് എഴുതാൻ പറഞ്ഞു. അപ്പം പ്രയോറിറ്റീസ് എഴുതിയേക്കുന്നത്, ഫസ്റ്റ് ഹസ്ബൻഡ് എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് കിഡ്സ്, രണ്ടാമത്തത് യു, അല്ലെങ്കിൽ ആ പാർട്ട്ണറിനെയാണ് ഉദ്ദേശിക്കുന്നത്, മൂന്നാമത് വർക്ക് എന്നാണ് എഴുതിയേക്കുന്നത്. പക്ഷെ വൈഫ് എഴുതിയേക്കുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് എഴുതിയേക്കുന്നത് മീ, സെക്കൻഡ് കിഡ്സ് ആൻഡ് തേർഡ് വൺ ഈസ് യു. അപ്പൊ ഈ ഹസ്ബൻഡ് ഭയങ്കര ദേഷ്യം വന്നു എന്നാ പറഞ്ഞു. പക്ഷെ വാട്ട് എക്സാക്ട്ലി എന്താണെന്ന് വെച്ചാൽ, ശരിക്കും ആ വൈഫ് എഴുതിയതാണ് കറക്റ്റ്. കാരണം വി ഷുഡ് പ്രയോറിറ്റൈസ് അവർ സെൽഫ്. അതിനൊരു ജസ്റ്റിഫിക്കേഷൻ പറയും, നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്താലേ നമുക്ക് നമ്മുടെ പാർട്ട്ണറെ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ വർക്കിനെയോ പ്രയോറിറ്റൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. വി ഷുഡ് പ്രയോറിറ്റൈസ് അവർ സെൽഫ് എന്നുള്ളത്. അതാണ് നമ്മുടെ ധർമ്മം. നമ്മുടെ ധർമ്മത്തിന് നമ്മൾ പ്രയോറിറ്റി കൊടുത്താൽ മാത്രമേ ഉള്ളൂ
കറക്റ്റ് ആയിട്ട് നമ്മുടെ ലൈഫ് പോകത്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് ഒരു ഹിന്ദുയിസത്തിനെ ബേസ് ചെയ്തിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് കുറേ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അത് ധർമ്മ ഇസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ, ധർമ്മ ഇസ് എ ജേർണി നോട്ട് എ ഡെസ്റ്റിനേഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജേർണിയിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മുടെ ധർമ്മ ഫോക്കസ് ചെയ്യേണ്ടത്, നോട്ട് അവർ ഡെസ്റ്റിനേഷൻ. പിന്നെ കുറെ ഒരു റിസർച്ചസിന്റെ കുറെ റിസർച്ച് ഒക്കെ ചെയ്ത് അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്കും സോ എന്താന്ന് വെച്ചാൽ യുവർ പർപ്പസ് ഹാസ് ടു കം ഫസ്റ്റ് ഫോർ യു ആൻഡ് യുവർ പാർട്ട്നേഴ്സ് പർപ്പസ് ഹാസ് ടു കം ഫസ്റ്റ് ഫോർ ദം. ആ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ പർപ്പസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ പാർട്ട്ണറുടെ പർപ്പസ് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കുവാണെങ്കിൽ തന്നെ എന്താ ആ ഒരു ലവ് കണക്ഷൻ വിൽ ബി ബെറ്റർ ആകും എന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ പാർട്ട്ണറിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി പെരുമാറുക, നമ്മുടെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി പാർട്ട്ണർ പെരുമാറുക, അതാണ് അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്തൊരു നമ്മൾ എങ്ങനെ ഹൗ ടു പ്രയോറിറ്റൈസ് എന്ന ഒരു എങ്ങനെ ചെയ്യണ്ടെന്നുള്ളത് പറയുന്നുണ്ട്. അത് പിരമിഡ് ഓഫ് പർപ്പസ് എന്ന് പറയുന്നുണ്ട്. നമ്മളൊരു പിരമിഡ് പോലെ അതിൽ സ്റ്റാർട്ടിംഗ് എന്ന് വെച്ചാൽ ലേൺ. നമുക്ക് ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഡിവോട്ട് ടൈം ഇൻ ലേണിംഗ് ദ ഏരിയ ഓഫ് അവർ പർപ്പസ്. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒരു 5 സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. ലേൺ, എക്സ്പെരിമെന്റ്, ത്രൈവ്, സ്ട്രഗിൾ ആൻഡ് വിൻ എന്നുള്ള 5 സ്റ്റെപ്സ് ആയിട്ടാണ് ഒരു പിരമിഡ് ഓഫ് പർപ്പസ്. അങ്ങനെ നമുക്ക് നമ്മുടെ പർപ്പസ് പ്രയോറിറ്റൈസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മളെ തന്നെ അറിയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തൊക്കെയാണെന്നുള്ള എക്സ്പെരിമെന്റ് ചെയ്യുക, അതിന് കുറെ സ്ട്രഗിൾസ് വരും, അതിനെ ഓവർകം ചെയ്യുക, ദെൻ വി ക്യാൻ വിൻ എന്നുള്ളതാണ് പറയുന്നത് പിരമിഡ് ഓഫ് പർപ്പസ്. പിന്നെ കുറെ ഇതിനകത്ത് കുറെ ഡയഗ്രാംസ് ഒക്കെ നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്, കുറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ട് എങ്ങനെ നമുക്ക് ധർമ്മം നമ്മുടെ പ്രയോറിറ്റൈസ് ചെയ്യാം, നമ്മുടെ പർപ്പസ് പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യുന്ന സെൽഫ് എന്താ പറയുന്നത്, നമുക്ക് തന്നെ നമ്മുടെ പർപ്പസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കാം ഉഷ, കേൾക്കാം കേൾക്കാം, പറഞ്ഞോ. പിന്നെ ഇത്തിരി സൗണ്ട് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ, സൗണ്ട് കുറവാണ്. പിന്നെ മെന്റർ, ഹൗ ടു നമ്മളൊരു മെന്ററിനെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ഈ നമ്മുടെ പർപ്പസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്ഷൻ പറയുന്നുണ്ട്. കേൾക്കാമോ ഉഷ? ഇതൊന്ന് റേഞ്ച് കുറവാണെന്ന് തോന്നുന്നു. ഓക്കെ. ദെൻ ഒരു സ്പേസ് ടൈം വർക്ക്ഷീറ്റ് തന്നിട്ടുണ്ട്. അതും നമ്മുടെ ഈ പർപ്പസ്, നമ്മുടെ ധർമ്മയൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കുറേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി കേട്ടോ. ഇതിനകത്ത് നമ്മൾ ചുമ്മാ കുറെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവല്ല, അതിനകത്ത് കുറേ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് സെൽഫ് ലേൺ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മെഡിറ്റേഷൻ ടെക്നിക്ക് പറയുന്നുണ്ട്, എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം, ഈ നമ്മുടെ ധർമ്മ റിയലൈസ് ചെയ്യാനായിട്ട് എങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാം എന്നൊക്കെ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, നമുക്കൊരു പാർട്ട്ണർ, നമ്മുടെ റിലേഷൻഷിപ്പിൽ നമുക്കായിട്ടൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മുടെ പർപ്പസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ദ ബെസ്റ്റ് തിങ് വി ക്യാൻ ഡു ഇൻ എ റിലേഷൻഷിപ്പ് എന്നാണ് ഈ ഒരു റൂൾ 5 പറയുന്നത്. താങ്ക് യു. ഞാൻ ഓഡിയോ ഇട്ടേക്കാം. ഷുവർലി ഐ പുട്ട് ദ ഓഡിയോ. എൻ്റെ അച്ഛൻ്റെ ആണ്ടായിരുന്നു, അപ്പം കുറേ പരിപാടി അങ്ങനെ പിന്നെ കുറച്ച് തിരക്കായി. ഞങ്ങള് മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ആരാ മനസ്സിലാക്കണേ? നോ പ്രോബ്ലം, യു ക്യാൻ ഷെയർ ആഫ്റ്റർവേർഡ്സ്. അതെ അതെ. നൗ ഇനി നമ്മുടെ ഒരു ഹീലിംഗ് പാർട്ടില് കോൺഫ്ലിക്റ്റുകൾ ഇല്ലാത്ത ലൈഫില്ല അല്ലെ, അതിന് ഒരുപാടധികം സൊല്യൂഷൻസ് നമുക്ക് ഡോക്ടർ രമ രാംകുമാർ നമ്മളിലേക്ക് എത്തിച്ചു. അപ്പൊ അതിന്റെ ഒരു അബ്സ്ട്രാക്ട് കേൾക്കാം. ഓവർ ടു യു ഡോക്ടർ. ഓക്കെ, ഗുഡ് ഈവനിങ്. ഞാൻ ആദ്യം ഈ ബുക്ക് കണ്ടപ്പോഴേ, നെക്സ്റ്റ് മന്തിലെ ബുക്ക് എന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഈ ബുക്കിന് ഇപ്പൊ എങ്ങനെയപ്പോ ഹെൽപ്ഫുൾ ആവും, നമ്മുടെ ഏജ് ഒക്കെ കഴിഞ്ഞു പോയില്ലോ, ഇനി നമ്മളിത് ഇത് എത്ര കൊണ്ട് നമുക്ക് ഇതില് നമ്മൾ ഫ്രണ്ട് പേജ് മാത്രമല്ലേ നമ്മൾ നോക്കുന്നുള്ളൂ, ഇതിൽ എന്താ കണ്ടന്റ് നമുക്ക് മുഴുവൻ അറിയില്ല. അപ്പൊ ആലിസ് മാം ഗ്രൂപ്പിലിട്ടപ്പോ ആദ്യം ഞാൻ മാമിനെ അയച്ചു, ഞാൻ ഒരു റൂള് ഞാൻ വായിക്കാന്ന്, പക്ഷെ മാം കണ്ടില്ലായിരുന്നു അത്. പിന്നെ ഞാൻ മാമിനെ ആദ്യം ഒന്നും ഓർമ്മിപ്പിക്കാൻ പോയില്ല, കാരണം
നമുക്ക് ഉറപ്പില്ല അത് എത്ര കൊണ്ട് നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്നുള്ളത്. പിന്നെയും ആളെ കിട്ടിയില്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് റിമൈൻഡ് ചെയ്തത് മാമിനെ. അപ്പോൾ എനിക്ക് കിട്ടിയ റൂള് നല്ല നമ്മൾ വിചാരിച്ച പോലെ ആയിരുന്നില്ല കേട്ടോ. ശരിക്കും നല്ല ഹെൽപ്ഫുൾ ആണ് ആ ചാപ്റ്റർ. ഞാൻ ബാക്കിയുള്ള ചാപ്റ്റർ എല്ലാം വായിച്ചിട്ടില്ല, പക്ഷെ ഈ ചാപ്റ്റർ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ഇത് നമുക്ക് ഹെൽപ്ഫുൾ ആവുക എന്നറിയില്ല. കാരണം എന്താ വെച്ചാൽ ശരിക്കും ഒരു കോൺഫ്ലിക്റ്റ്, ഇത് തുടങ്ങുന്നത് തന്നെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മള് വീട്ടില് തർക്കങ്ങൾ ഉണ്ടാവുമ്പോൾ ലാസ്റ്റ് നമുക്ക് ഭയങ്കര ഗിൽട്ട് ഫീൽ ചെയ്യും. വെറുതെ നമ്മൾ തർക്കിക്കാൻ പോയി, എന്തിനാണ് തർക്കിക്കാൻ പോയത്. പലപ്പോഴും നമ്മൾ തർക്കങ്ങളൊക്കെ ഒഴിവാക്കി ഒതുങ്ങിക്കൂടി ആരോട് തർക്കിക്കാൻ പോകാൻ ഒതുങ്ങിക്കൂടി ഇരിക്കുന്ന മിക്ക ആൾക്കാരും അങ്ങനത്തെ ഒരു ടൈപ്പ് ആയിരിക്കുമല്ലോ. പക്ഷെ തർക്കങ്ങൾ ഉണ്ടെങ്കിലേ അവിടെ വളർച്ച ഉണ്ടാവുള്ളൂ. ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങനെ തന്നെ. ആ ഒരു എസ്തർ ഹാർഡിങ്ങിന്റെ ഒരു വേർഡിങ്സിലൂടെ തന്നെയാണ്. കോൺഫ്ലിക്റ്റ് ഈസ് എ ബിഗിനിങ് ഓഫ് കോൺഷ്യസ്നെസ്. ഇപ്പൊ പരസ്പരം മനസ്സിലാക്കാൻ ഉള്ള ഒരു തുടക്കമാണ് ശരിക്കും തർക്കങ്ങൾ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഇതിൽ പറയുന്നത് നമ്മളൊരു ടീമായിട്ട് തർക്കത്തിൽ ഇൻവോൾവ് ആവണം എന്ന് വെച്ചാൽ ബോത്ത് പാർട്ട്നേഴ്സും നമ്മൾ തർക്കത്തിൽ ഇൻവോൾവ് ആവുമ്പോൾ ഒരു ടീമായിട്ട് തന്നെ വേണം. പലപ്പോഴും ഞാൻ മിക്കവാറും ഫാമിലി കൗൺസിലിംഗ് ഒക്കെ ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കും. കാരണം ഭയങ്കര സ്ട്രെയിൻ ആയിരിക്കും നമുക്ക്. എത്ര സിറ്റിംഗ് കഴിഞ്ഞാലും ചിലപ്പോ നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇതിലെല്ലാം ശരിക്ക് ഞാൻ ഇപ്പൊ ഈ ബുക്ക് വായിച്ചപ്പോ എനിക്ക് മനസ്സിലായത് ശരിക്കും ഈഗോ ആണ് ഇവിടെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യണത്. ശരിക്കും ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട്, നമ്മൾ ആദ്യം ഈഗോനെ പ്യൂരിഫൈ ചെയ്തിട്ട് നമ്മൾ ഏത് തർക്കത്തിലും ഇൻവോൾവ് ആയാലേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ശരിക്കും ജയ് ഷെട്ടി എന്ന് പറയുമ്പോൾ കുറെ സ്പിരിച്വൽ ആയിട്ടുള്ള ഭഗവത്ഗീതേനെ ഇതാക്കിയിട്ടാണ് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ആർഗ്യുമെന്റ്സ് തന്നെ 3 ടൈപ്സ് ആയിട്ട് ഇതിൽ പറയുന്നുണ്ട്: തമസ്, രജസ്, സത്വ. അപ്പോൾ എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു പോയിന്റ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, പവർലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ്, പവർഫുൾ ആയിട്ടുള്ള ആർഗ്യുമെന്റും പിന്നെ പ്രൊഡക്റ്റീവ് ആർഗ്യുമെന്റ്സ്, അങ്ങനെ 3 തരത്തിലാണ് തരമായിട്ടാണ് തർക്കങ്ങളെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. അതില് പലപ്പോഴും ഈഗോ ഒരു എന്താണ് പറയാ നമ്മുടെ പാഷൻ മുൻനിർത്തിയിട്ടുള്ള തർക്കങ്ങളായിരിക്കും മിക്കവാറും. അതില് റിസൾട്ട് വേണം, അതിന് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. തർക്കത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ജയിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാവും തർക്കം, അല്ലാണ്ട് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ടല്ല പലരും തർക്കത്തിൽ ഇൻവോൾവ് ആവണം. പക്ഷെ നമ്മളെപ്പോഴും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെന്റ്സിലാണ് നമ്മൾ എപ്പോഴും ഇൻവോൾവ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ റിസൾട്ടും ഉണ്ടാവുള്ളൂ, ആ റിലേഷൻഷിപ്പിന് ഒരു ഗ്രോത്തും അപ്പോൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. പക്ഷെ മിക്ക തർക്കങ്ങളും ഇപ്പോ നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും ചിലപ്പോൾ തർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നത് അവിടെ ഈഗോ ആയിരിക്കും മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അത് നല്ലൊരു ഇതായിരുന്നു കേട്ടോ. ഈഗോ നമ്മൾ എപ്പോഴും പ്യൂരിഫൈ ചെയ്തിട്ട് വേണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് കോർ പ്രോബ്ലം, എന്താണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ തന്നെ അതിനൊരു ലക്ഷ്യം ഉണ്ടാവുള്ളൂ ആ തർക്കങ്ങൾക്കൊക്കെ. അതുപോലെ ഇതിൽ നമുക്ക് ശരിക്കും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഒരു പീസ് മെത്തേഡിനെ പറ്റി പറയുന്നുണ്ട്. അത് നമ്മൾ തർക്കത്തിൽ ഇൻവോൾവ് ആകുമ്പോൾ, പി എന്ന് പറയുമ്പോൾ പ്ലേസ് ആൻഡ് ടൈം, നമ്മൾ അതിനായിട്ട് തന്നെ നമ്മളൊരു സമയം അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള തന്നെ ഒരു സ്ഥലം, ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെ 2 പാർട്ട്നേഴ്സും എന്താ പറയാ ഈ ഒരു തർക്കത്തിൽ ഇൻവോൾവ് ആവണം. ഇതില് ഭഗവത്ഗീതയുടെ ഒരു കാര്യം കമ്പയർ ചെയ്ത് പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു യുദ്ധത്തിലേക്ക് പോകുമ്പോൾ, അർജുനൻ ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് ഒരു പോസ് ഉണ്ട് അവിടെ. ആക്ച്വലി ഒരു എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ ഒരു പോസ്, ഒരു ടൈം. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എന്ത് തർക്കം ഉടനടി ചാടിക്കേറി തർക്കത്തിലേക്ക് ഇൻവോൾവ് ആവാണ്ട് നമ്മൾ അതിനായിട്ട് തന്നെ ഒരു സമയമൊക്കെ കണ്ടെത്തിയിട്ട് വേണം നമ്മൾ ഇങ്ങനെ കോൺഫ്ലിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. ചെറിയൊരു ഉദാഹരണം പറയുന്നുണ്ട്. സോക്സിന്റെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. വീട്ടിലിപ്പോ ഒരു ഹസ്ബൻഡ് ആയിക്കോട്ടെ, സോക്സ് നിലത്തിട്ടു, വൈകുന്നേരം ഓഫീസിൽ പോയി വന്ന് സോക്സ് താഴെ ഇട്ടു, ഫ്ലോറിൽ വെറുതെ ഇട്ടിരിക്കുകയാണ്. അപ്പൊ വൈഫ് ആദ്യം നമുക്ക് ആർക്കാണെങ്കിലും കാണുമ്പോൾ ഒരു ദേഷ്യം വരും. ഓക്കെ, ഫസ്റ്റ് ടൈം നമ്മളത് വിട്ടു, നമ്മളത് വാഷ് ചെയ്യാൻ വേണ്ടി കൊണ്ടിട്ടു. സെക്കൻഡ് ഡേയും ഇത് റിപ്പീറ്റ് ചെയ്തു. അപ്പോഴും നമുക്ക് ദേഷ്യം വരും. നമ്മൾ എന്തെങ്കിലുമൊക്കെ പിറുപിറുത്തോണ്ട് നമ്മൾ വീണ്ടും അത്
കൊണ്ടിടും. ഇത് വീണ്ടും 3ഉം 4ഉം തവണ ഇതേ സെയിം ഇൻസ്റ്റൻസ് തന്നെ ഉണ്ടാവുമ്പോൾ 4ാമത്തെ തവണ ആക്ച്വലി നമ്മൾ പറയണം ഇതിനെപ്പറ്റി നമുക്ക് സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്, ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടായേ പറ്റൂ. അങ്ങനെ നമ്മൾ ഇതിന് ഒരു ടൈം കണ്ടെത്തിയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാം. അതാണ് ഒരു പ്ലേസ് ആൻഡ് ടൈം. സെക്കൻഡ് പറഞ്ഞാൽ എക്സ്പ്രഷൻ. അത് രഞ്ജിനി മാമാന്ന് തോന്നുന്നു പറഞ്ഞിട്ടുള്ളത്. ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ വേണം എപ്പോഴും. ഇപ്പോ ഞാൻ ഉദാഹരണം പറയുന്നത് എന്താന്ന് വെച്ചാല് പലപ്പോഴും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഇതൊരിക്കലും ഉണ്ടാവും, ഇനി ഇതൊന്നും നേരെയാവാനേ പോകുന്നില്ല, നമ്മളിങ്ങനെ എന്താ പറയാ, ഇതൊക്കെ എപ്പോഴും ഒരേപോലെ തന്നെ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഒരിക്കലും അവരെ വല്ലാണ്ട് ക്രിറ്റിസൈസ് ചെയ്യാണ്ട് നമ്മുടെ വളരെ സൗമ്യമായിട്ട് വളരെ ശാന്തമായിട്ട് നല്ലൊരു ലാംഗ്വേജിൽ, നമ്മുടെ നല്ല ബോഡി ലാംഗ്വേജിലും, അപ്പൊ അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം, എക്സ്പ്രഷൻസ്. അതുപോലെ തന്നെ പീസിൽ ആങ്കർ മാനേജ്മെന്റ്, അത് പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് യെല്ല് ചെയ്യാറുണ്ട്. പക്ഷെ ദേഷ്യം വരുമ്പോൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ പാർട്ട്ണറോട് പറയണം, ഇപ്പൊ ഞാൻ സംസാരിച്ചാല് സിറ്റുവേഷൻ ആകെ വഷളാവും, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ ഒന്ന് മാറി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. അങ്ങനെ നമ്മൾ അവിടെ ഒരു പോസ് ചെയ്തിട്ട് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ ആ സമയത്ത് നമ്മുടെ ഈഗോ എല്ലാം താഴ്ത്തി പിന്നീട് ഒരു സമയത്ത് നമ്മൾ ഇതിനായിട്ട് നമ്മൾ മുന്നോട്ട് വരിക തന്നെ ചെയ്യണം. ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ മാറി അത് പോയി പിന്നെ അതിനെ പറ്റിയിട്ട് സംസാരിക്കില്ല, ഇതൊന്നും ശരിയാവാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മാറി. പക്ഷെ അങ്ങനെ ആവരുത്. നമ്മൾ പറഞ്ഞ ആ വാക്ക് പോലെ തന്നെ നമ്മൾ ആ ദേഷ്യമൊക്കെ നമ്മളൊന്ന് കാം ഡൗൺ ആയതിനു ശേഷം നമ്മൾ വീണ്ടും അതിലേക്ക് ഇൻവോൾവ് ആണ്. എന്നാൽ മാത്രമേ ആ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്ന കമ്മിറ്റ്മെന്റ് ഇവല്യൂഷൻ. പീസിലെ ലാസ്റ്റ് 2 വേർഡ്സ് ആണ് കമ്മിറ്റ്മെന്റും ഇവല്യൂഷൻ. നമ്മൾ തന്നെയാണ് ഈ ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ, അല്ലെങ്കിൽ നമ്മൾ ഈ തർക്കത്തിൽ എല്ലാത്തിനും റെസ്പോൺസിബിൾ നമ്മൾ തന്നെയാണ്. അങ്ങനെ നല്ലൊരു എന്താ പറയാ, വളരെ താല്പര്യത്തോടു കൂടെ തന്നെ രണ്ടാൾക്കാരും അതിൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ആർഗ്യുമെന്റിൽ ഇൻവോൾവ് ആവണം എന്നാണ് ഇതിൽ പറയുന്നത്. നല്ലൊരു ബുക്കാണ് ശരിക്കും. ലോങ് ടേം പക്ഷെ നമ്മുടെ ഫാമിലിയിൽ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, നമ്മുടെ ജോൺ ഗ്രേയുടെ ബുക്ക് ഉണ്ടല്ലോ, മെൻ ആർ ഫ്രം വിമൺ. ആൻഡ് നമ്മൾ ഇതൊക്കെ വായിക്കുമ്പോഴും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ശരിക്കും നമ്മളെ ഓപ്പോസിറ്റുള്ള ആളും ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം. പക്ഷെ നമുക്ക് ശരിക്കും ഒരു ക്ലയന്റിനോട് പറയാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്യാൻ നമുക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു കേട്ടോ. കോൺഫ്ലിക്ട് റെസൊല്യൂഷനെ പറ്റിയിട്ടാണ് ഇതിൽ കറക്റ്റ് ആയിട്ട് പറയുന്നത്. പക്ഷെ എന്നാലും പല സിറ്റുവേഷനിലും നമുക്ക് ഇതിലൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഒരു റിസൾട്ട് ചിലപ്പോൾ കിട്ടിക്കൊള്ളണം എന്നില്ല. അങ്ങനെയാണ്, അതാണ് റൂൾ 8 പറയുന്നത്. എന്തായാലും നല്ല ഹെൽപ്ഫുൾ ആയിട്ട് നല്ലൊരു ചാപ്റ്റർ തന്നെയായിരുന്നു ഇത്. ജയ് ഷെട്ടി എന്ന് പറഞ്ഞ ഓദർ ശരിക്കും ഒരു സന്യാസി ആയിരുന്നു തോന്നുന്നു അല്ലെ. പിന്നെ അവരത് അല്ലെ, ഞാനിപ്പൊ നോക്കിയപ്പോഴാണ് എന്താണ് ഇല്ല അതില് ഹലോ സോറി ട്ടോ. ഓക്കെ. ഡോക്ടർ പറഞ്ഞതില് ഒരു കാര്യം അതാണ്, അതായത് ഞങ്ങള് ഈ ഒരു ഫാമിലി കൗൺസിലിങ്ങിന് വേണ്ടിയിട്ടും പ്രീമാരിറ്റൽ മറ്റേ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഞങ്ങൾ ഈ ബുക്ക് ആദ്യം വായിച്ച് പ്രിപ്പയർ ചെയ്തത് കേട്ടോ. അതില് ഡോക്ടർ പറഞ്ഞ ഭാഗത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ, നമ്മുടെ ലവ് ലാംഗ്വേജിനേക്കാളും നമ്മുടെ ഹെയ്റ്റ് ലാംഗ്വേജ്, നമ്മൾ ഇറിറ്റേറ്റഡ് ആവുമ്പോൾ ഹൗ വി ആർ ബിഹേവിങ് എന്നുള്ളതിന്റെ ഒരു 3 കാര്യങ്ങൾ പറയുന്നത്: വെന്റിങ്, ഔട്ട്ബേസ്റ്റിംഗ് ആൻഡ് ഹൈഡിങ്. അത് ഞങ്ങൾക്ക് പ്രചോദനയിൽ ഞങ്ങൾക്ക് ഒരു ക്ലിനിക്കൽ പെർസ്പെക്റ്റീവിൽ അത് ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ദേഷ്യപ്പെടുമ്പോ എല്ലാവർക്കും ദേഷ്യം വരും അല്ലെ, എല്ലാവരും ഇറിറ്റേറ്റഡ് ആവും, ദാറ്റ് ഇസ് നോർമൽ. ബട്ട് നമുക്ക് നമ്മളിൽ തന്നെ ഞാനത് വെന്റിങ് ഔട്ട് ആണോ എനിക്കിഷ്ടം, അതോ ഔട്ട് ബേസ്റ്റിംഗ് ആണോ ഞാൻ ചെയ്യുന്നത്, അതോ ഹൈഡിങ് ആണോ ഞാൻ ചെയ്യുന്നത്, അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ കോൺഫ്ലിക്റ്റ് ഈസിലി നമുക്കത് എന്താ പറയുക ടാക്കിൾ ചെയ്ത് മുന്നോട്ട് ഓവർകം ചെയ്ത് പോകാൻ സാധിക്കും. അത് ക്ലയന്റ്സിനും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അതെ, ഞാനത് പറയാൻ വിട്ടുപോയ പോയി. നമ്മള് പാർട്ട്ണറിന്റെ ഫൈറ്റിംഗ് സ്റ്റൈൽസിനെ പറ്റി നമ്മളത് കറക്റ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി. അത് ശരിക്കും ഈ തർക്കമുള്ള സമയത്തല്ല, നമ്മൾ വേറൊരു സമയത്ത് ഇതിനായിട്ട് ടൈം കണ്ടെത്തിയിട്ട് തന്നെ പരസ്പരം നമ്മൾ അതിനെ സംസാരിക്കണം. ശരിക്കും അത് ഞാൻ വിട്ടുപോയത് പറയാൻ വേണ്ടിട്ട്. നല്ല ബുക്കായിരുന്നു എന്തായാലും. നമുക്കും പ്രാക്ടിക്കൽ ലെവലില് നമ്മുടെ തിങ്ക് ലൈക്ക് എ മോങ്കില് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത്, നമ്മൾ കംപ്ലൈന്റ് ചെയ്യരുത്, ക്രിട്ടിസൈസ് ചെയ്യരുത്, കമ്പയർ ചെയ്യരുത്. ഇത് 3 മൈൻഡിന്റെ ക്യാൻസർ ആണെന്ന് പഠിപ്പിച്ചതും ജയ് ഷെട്ടി തന്നെയാണ്. അത് നമ്മൾ ഒരുപാട് അധികം ഉപയോഗിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ പ്രാക്ടിക്കൽ ലെവലില്
നമ്മൾക്ക് ഇന്നു മുതൽ ഉപയോഗിച്ചു തുടങ്ങാം. അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ ഇംപ്ലിമെന്റ് ചെയ്യാം. നമ്മളെ ഹീലിംഗിന് വേണ്ടി നമ്മളെ സമീപിക്കുന്നവർക്കും നമുക്ക് എന്താ പറയുക, ഒത്തന്റിക് ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്ത് അവർക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വ്യത്യാസം വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരുപാടധികം ടിപ്സ് ഈ ബുക്കിലുണ്ട്. താങ്ക് യു ഡോക്ടർ. നൗ ബ്രേക്കപ്പ്. ബ്രേക്കിന്ന് നമ്മൾ അപ്പിലേക്കാണ് വരുന്നത്. അപ്പോ കൺക്ലൂഡിങ് റൂൾ 8 പറയുന്ന ആളില്ല. അപ്പോ വിത്ത് അമീനത്ത് വി വിൽ ബി കൺക്ലൂഡിങ്. ഓവർ ടു യു അമീനത്ത്. ഹലോ, ഗുഡ് ഈവനിങ് എവരിബഡി. കുറച്ച് കാലമായി ഞാൻ ആക്ച്വലി ബുക്ക് ക്ലബിൽ വന്നിട്ട്. ആലിസ് മാമിന് എന്നോട് പേഴ്സണൽ മെസ്സേജ് വെച്ച് ചോദിക്കാൻ എന്തായാലും ചോദിച്ചത് നന്നായി. എനിക്കിത് ഈ ബുക്ക് വായിച്ചിട്ട് എത്ര തവണ വായിച്ചാലും പുതിയ പുതിയ കാര്യങ്ങൾ കിട്ടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. വളരെയധികം ഹെൽപ്ഫുൾ ആണ്. എന്തായാലും എനിക്ക് അത് ഓക്കെ പറയാൻ ദൈവം തോന്നിച്ചതും എൻ്റെ ഭാഗ്യം തന്നെ. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഉഷയ്ക്കും ആലിസ് മാമിനും എൻ്റെ താങ്ക്സ് പറയാണ്. റൂൾ നമ്പർ 7 ആണ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ യു ഡോണ്ട് ബ്രേക്ക് ഇൻ എ ബ്രേക്കപ്പ്. ഒരു ബ്രേക്കപ്പിൽ നമ്മളങ്ങ് ബ്രേക്കായി പോവാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്ര സമയമായിട്ടും ഈ ഒരു റൂൾ നമ്പർ 7 വരെ ഒരു റിലേഷൻഷിപ്പ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, അത് അവനവനോടുള്ള റിലേഷൻഷിപ്പ് ആയാലും പുതിയ ഒരാളുടേതായാലും അല്ലെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് നമ്മളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തു എങ്കിലും അതിലും ഉണ്ടാവാം ചില കോൺഫ്ലിക്ട്സും ചില പ്രയാസങ്ങളും. അതിൽ ആദ്യമായിട്ട് പറയുന്നത് ഒരു വാളിൽ പെയിന്റ് അടിക്കുന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ കുറച്ച് കാലം പോകെ പോകെ എന്തായാലും അതിൽ സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അത് നമ്മൾ അപ്പോൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലാം കൂടെ പൈലപ്പ് ആവാൻ വേണ്ടി നിൽക്കരുതെന്നാണ് പറയുന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ ചില റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള ചില സ്പെസിഫിക് റീസൺസ് ഓതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിലൊന്നാണ് അബ്യൂസ്, ഇൻഫിഡലിറ്റി, ലോസ് ഓഫ് ഇൻട്രസ്റ്റ്, അട്രോഫി ഓഫ് ഇന്റിമസി എന്ന് പറയുന്ന കുറച്ച് 4 കാര്യങ്ങൾ അത് പറയുന്നു. അപ്പൊ ഇങ്ങനെ ഈ ഒരു 4 കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു 3 ഡിസിഷൻസ് ആണ് ഉണ്ടാവാറ് സാധാരണ. ഒന്ന് അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് കരുതി നമ്മൾ അതിനെ അങ്ങനെ അങ്ങ് കൊണ്ടുപോകാൻ നോക്കും. ചിലർ കുറച്ചൊക്കെ കോൺഫ്ലിക്ട് റെസൊല്യൂഷനൊക്കെ നടത്തി അത് കുറച്ച് മെച്ചപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ചിലര് അത് റിലേഷൻഷിപ്പ് ലീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതാണ് ഈ റൂൾ നമ്പർ 7 പറയുന്നത്, ഈ ലീവ് ചെയ്യുന്നപ്പോൾ ഉള്ള കാര്യങ്ങൾ. അപ്പൊ അതില് കുറച്ച് ചെക്ക് ലിസ്റ്റ് ഓതർ പറയുന്നുണ്ട്. നമ്മളൊരു റിലേഷൻഷിപ്പ് ലീവ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് ഇത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. റീസൺ ഉണ്ട്, അബ്യൂസ്, ഇൻഫിഡലിറ്റി പോലെയുള്ള റീസൺസ് ഉണ്ട്. അപ്പൊ എന്നാലും നമ്മൾ അവിടെ ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ചെക്ക് ലിസ്റ്റ് ആയിട്ട്. അത് ടെംപ്ടേഷൻ ചെക്ക്. നമുക്ക് വേറൊരാളോടുള്ള ഇഷ്ടം കൊണ്ടാണോ നമ്മൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറുന്നത് എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ റിയാലിറ്റി ചെക്ക്. ഇനി അതല്ല, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ നേരത്തെ ഉഷ പറഞ്ഞ പോലെ ഹൈഡ് ചെയ്യുക, അതിന്ന് ഒളിച്ചു മാറി നിൽക്കുന്നത് കൊണ്ടാണോ. അപ്പൊ ആ റിയാലിറ്റി, കാരണം ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയും ഉണ്ടാവാം ഇങ്ങനത്തെ ചാൻസസ് ഒക്കെ. അപ്പൊ ആ ഒരു റിയാലിറ്റി ചെക്ക് വേണം. പിന്നെ കർമ്മ ചെക്ക്. നമ്മളെ എന്താണോ ചെയ്തത്, ഇതേപോലെ നമ്മൾക്ക് നല്ലതായാലും മോശമായാലും നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്ന കാര്യങ്ങളാണ് നമ്മളിലേക്ക് റിട്ടേൺ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കണം ആദ്യം. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടും നമ്മൾ ബ്രേക്കപ്പ് എന്നുള്ള ഒരു ഡിസിഷൻ എടുക്കുകയാണ്. അപ്പൊ നമ്മൾ കടന്നു പോയേക്കാവുന്ന ചില മാനസിക സാഹചര്യങ്ങളെ കുറിച്ചും ഈ ഒരു ബുക്കില് കാര്യമായിട്ട് പറയുന്നുണ്ട്. അത് വായിച്ചപ്പോ എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ വെള്ളം തന്നെ ഫിലിമില് ഉള്ള ഒരു സോങ് ഇല്ലേ, ഫേമസ് ആയിട്ടുള്ള ആകാശമായവളെ അകലെ പറന്നവളെ ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയന്നു ഞാൻ നിഴലോ മാഞ്ഞുപോയി വഴിയും മറന്നുപോയി തോരാത്തരാമഴയിൽ ചൂട്ടുമണഞ്ഞുപോയി പാട്ടും മുറിഞ്ഞുപോയി ഞാനും ശൂന്യമായി. ആ ഒരു
സെന്റൻസ് കംപ്ലീറ്റ് ഒരു തോരാത്ത രാമഴ, കൂരാക്കൂരി ഇരുട്ടാണ് മഴയും കൂടെ പെയ്യാണ് എന്ന് പറഞ്ഞാൽ ആ ബ്രേക്കപ്പിന്റെ ഒരു അവസ്ഥയാണ് പറയുന്നത്. നിഴല് മാഞ്ഞു പോയി, അവനവന്റെ നിഴലടക്കം കൂട്ടിന് ആരും ഇല്ലാത്തൊരവസ്ഥ. അപ്പൊ അവിടെയാണ് നേരത്തെ ഈ റൂൾ നമ്പർ ഫസ്റ്റിന്റെ സോളിറ്റ്യൂഡ് നമ്മൾ എങ്ങനെ റീഡിസ്കവർ ചെയ്യണം, നമ്മൾ എങ്ങനെ ലോൺലിനെസ് എന്നുള്ളതിന് പകരം സോളിറ്റ്യൂഡ് എങ്ങനെ നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം എന്നുള്ള ഒരു കാര്യം വരുന്നത്. അതേപോലെ തന്നെ ഇതില് ഈ പാട്ട് പറയാൻ ചൂട്ടും അണഞ്ഞു പോയി, വെളിച്ചവും കെട്ടുപോയി, പാട്ടും മുറിഞ്ഞു പോയി, എല്ലാവിധ സന്തോഷങ്ങളും ഇല്ലാതെയായി, വഴിയും മറന്നുപോയി, ഇനി എങ്ങോട്ട് പോകണമെന്നും അറിയില്ല, ഞാനും ശൂന്യമായി, ഞാൻ തന്നെ ഇല്ലാതായി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം എന്തായാലും ഉണ്ടാവും. അത് ഹോർമോൺ നമ്മളെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും വീണ്ടും തിരിച്ച് എക്സിന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ചിന്തയും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ നമ്മളൊരു ഡിസിഷൻ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ ഉറച്ചു നിൽക്കുക. എന്നിട്ട് അവനവനൊരു ക്ലാരിറ്റി കൊടുക്കുക, എന്തുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാറി. അതേപോലെ തന്നെ കൃത്യമായി അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. എന്നിട്ട് അതിൽ നിന്ന് സാവധാനം, ഫോഴ്സ്ഫുൾ അല്ലാതെ തന്നെ അവനവൻ സാവധാനം അതിൽ നിന്ന് മാറി, സോഷ്യൽ മീഡിയ കണക്ഷൻസും എല്ലാം തന്നെ ഉപേക്ഷിച്ച് അതിൽ നിന്ന് കംപ്ലീറ്റ് മാറുക. ഈ ഓതർ പറയുന്നുണ്ട് പല ആളുകളും പിന്നെ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ പിന്നീട് ഒരു ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഫ്രണ്ട്സ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് ജയശെട്ടി ഇവിടെ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാല് പിന്നെ നമുക്ക് മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ആ പാർട്ട്ണറിന് അതൊരു പ്രയാസമായി മാറാം. ഇനി അതല്ല, ഈ പഴയ എക്സിന് തന്നെ ഒരു ഹോപ്പ് നമ്മൾ വീണ്ടും കൊടുക്കുന്നതാവാം. പിന്നെ നമുക്ക് തന്നെ ഒന്നും വിട്ടിട്ടുമില്ല, കപ്പിൽ നിന്ന് പോരും ചെയ്ത് എന്നാൽ ഗ്ലാസ്സിലിട്ട് എത്തിയതുമില്ല എന്നുള്ള ഒരവസ്ഥ, ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പം അത് നമ്മളുടെ ഗ്രോത്തിനെ സ്വാഭാവികമായിട്ടും ബാധിക്കും. അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു മാനസിക അവസ്ഥയിലൂടെ അല്ലെങ്കിൽ ബ്രെയിൻ പ്ലേയിലൂടെ നമ്മൾ പോകും എന്നുള്ള ഒരു റിയലൈസേഷനും നമുക്ക് ഉണ്ടാവണം എന്നുള്ള. കാരണം അവിടെ വെച്ചാണ് നമ്മളെല്ലാം കൂടെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാതിരിക്കുക. ഇപ്പം നേരത്തെ എല്ലാവരും പറഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നു ഈ കൗൺസിലിങ്ങിനൊക്കെ വരുന്നവർക്കൊക്കെ ഇതെങ്ങനെ ഇംപ്ലിമെന്റ്, എന്ത് പറഞ്ഞു കൊടുക്കണം എന്ന് ഉള്ള ഒരു ചോദ്യത്തിനുള്ള ഒരുപാട് മറുപടികളാണ് ഈ ഒരു ബുക്കിൽ ഉണ്ടാവുന്നത്. അതിൽ റീഡിസ്കവർ യുവർ പർപ്പസ്, നമ്മളെ പർപ്പസ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തുക. അത് പർപ്പസ് എന്താണെന്ന്, ധർമ്മം എന്താണെന്ന് വേറൊരു ചാപ്റ്ററിൽ പറയുന്നുണ്ടല്ലോ കൃത്യമായിട്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഒരു സോളിറ്റ്യൂഡിനെ വീണ്ടും നമ്മളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, ആ ഒരു സോളിറ്റ്യൂഡിൽ സമാധാനമായിട്ടിരിക്കാനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് മാത്രമല്ല ഒരു ഗ്യാപ്പ് കൊടുക്കുക. ഒരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ് കൊടുത്ത് നമ്മളെ തന്നെ ഒന്ന് റീഡിഫൈൻ ചെയ്തതിന് ശേഷം ഈ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവുന്നതിൽ നിന്ന് എന്തൊക്കെ ലെസൺസ് ആണ് നമ്മൾ പഠിച്ചത് എന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനുശേഷം വേണം നമ്മൾ വീണ്ടും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാൻ. ഇനി ഹീലാവാൻ പ്രയാസം ഉണ്ടെങ്കിൽ സ്വന്തമായ ഒരു ലവ് ലെറ്റർ എഴുതാനും മെഡിറ്റേഷൻ നടത്താനും ഒക്കെ ഓതർ കുറെ ഇതേപോലെ പ്രാക്ടിക്കൽ ടിപ്സ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു ബുക്കിൽ ശരിക്കും ആ ഒരു സോളിറ്റ്യൂഡ് എന്നുള്ള പാർട്ടാണ് എന്നെ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്തിരിക്കുന്നത്. എത്ര പ്രാവശ്യം വായിച്ചാലും പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് കിട്ടുമെന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ ലെസൺസ് ആണോ ഇതിൽ നിന്ന് പഠിച്ചത്, എന്തൊക്കെ അവയർനെസ് ആണോ നമുക്ക് കിട്ടിയത്, എന്തൊക്കെ ബൗണ്ടറീസ് ആണോ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്, അതൊക്കെ സെറ്റ് ചെയ്ത് കൊണ്ടുവേണം നമ്മളൊരു പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോവാൻ. അവിടെയും ചിലപ്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ആ ഒരു 100% റെസ്പോൺസിബിലിറ്റി, നമ്മളുടെ ഒരു ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് കോൺഫ്ലിക്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ള അതിനുള്ള കുറച്ച് സ്റ്റേജസും ഈ ചാപ്റ്ററിൽ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ലവിന് വേണ്ടി നമ്മൾ സെർച്ച് ചെയ്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ള. കാരണം ഒരു പെർഫെക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഗ്രോത്ത് ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് പ്രത്യേകിച്ചും ഒരാളിലൂടെ നമുക്ക് സ്നേഹത്തിന്റെ മായാലോകത്തിലേക്ക് നമുക്ക് വേണമെങ്കിൽ കയറി ചെല്ലാൻ പറ്റും. ഇനി അങ്ങനെ പറ്റിയില്ല, ബ്രേക്കപ്പായി, ഈ ഒരു ചാപ്റ്ററിൽ അതാണല്ലോ പറയുന്നത്, ബ്രേക്കപ്പായി നമ്മൾക്ക് ഒരു പാർട്ട്ണർ ഇല്ല എങ്കിൽ തന്നെ നമുക്ക്
സോഷ്യൽ കമ്മിറ്റ്മെന്റിലൂടെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സർവീസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമ്മളെ പേർപ്പസ്ഫുൾ ആയിട്ടുള്ള നമ്മളെ പേർപ്പസിനോട് യോജിക്കുന്ന കാര്യങ്ങൾ സാവധാനം അവനവനെ ഫോഴ്സ് ചെയ്യാതെ കണ്ടെത്തി ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്നേഹം കണ്ടെത്തിയതായിട്ടുള്ള ഒരു സമാധാനം നമുക്ക് ഫീൽ ചെയ്യും എന്നും കൂടെ ജയശെട്ടി പറയുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ബുക്ക്. ഞാനും നേരത്തെ രമ മാഡം പറഞ്ഞ പോലെ 8 റൂൾസ് ഓഫ് ലവ് എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഇതിലെന്താണോ പറയുന്നതെന്നായിരുന്നു ഞാനും ചിന്തിച്ചത്. എനിക്ക് വളരെ ഇഷ്ടമായി. വീണ്ടും വീണ്ടും വായിക്കാൻ തോന്നുന്ന ഒരു ബുക്ക് തന്നെയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു അമ്മി. ബ്യൂട്ടിഫുൾ സിംഗിങ്, അർത്ഥവത്തായ ലിറിക്സും സംയോജിതമായി അതവിടെ കൊണ്ടുവന്ന് വെച്ച് ഞങ്ങൾക്ക് വളരെ ക്ലാരിറ്റിയോട് കൂടി അത് പറഞ്ഞു തന്നു. താങ്ക് യു. മീനത്തെ സൂപ്പർ. അത് അമ്മയാണേ. താങ്ക് യു അമ്മ. കാണുന്നില്ലല്ലോ. അതാ പാട്ട് പാടാൻ കിട്ടിയ ചാൻസ് കളയണ്ടെന്ന് കരുതി. തീർച്ചയായിട്ടും വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതിന്റെ ഇടയ്ക്ക് എല്ലാരും ഒന്ന് തണുപ്പിച്ചു അല്ലേ? അതെ തീർച്ചയായിട്ടും. അതാണ് അതെ, നമ്മുടെ മക്കളൊക്കെ വലുതായി ഇപ്പൊ തോന്നുന്നു കേട്ടോ മീനത്തെ. താങ്ക് യു സോ മച്ച്. വീണ്ടും വീണ്ടും എനിക്ക് കാണാൻ പറ്റാന്ന് പറയുന്നത് തന്നെ സന്തോഷം. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അമ്മയെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരാ, ഞാനും എന്റെ ബ്രദറും കൂടെ വീട്ടിൽ വന്ന സമയത്ത് എല്ലാ ചെടികളും എടുത്തു വന്ന്. അല്ല അമ്മി, അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതായത് കൊടുക്കും തോറും നമുക്ക് കൂട് കിട്ടുകയുള്ളൂന്ന് അവരുടെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് ഏറ്റവും വലിയ പാഠം. ഞാൻ പറയായിരുന്നു, ഇന്നത്തെ ബുക്കിന്റെ റൂൾ ഓഫ് 8 റൂളും ജീവിച്ച് ഞങ്ങളെ പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് ഈ ബുക്കേ ഞാൻ ഡെഡിക്കേറ്റഡ് ടു അച്ഛൻ ആൻഡ് അമ്മ എന്ന് ഞാൻ പറയുമായിരുന്നു ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പില്. ആലിസ് മാമിന്റെ ബാക്ക്ഗ്രൗണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഞാനൊരു ബീച്ച് പേഴ്സൺ ആണ്. എനിക്ക് നല്ല ഇഷ്ടമായി. അതാണെങ്കിൽ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ തെങ്ങിന്റെ ഓലൊക്കെ മൂവ് ചെയ്തോണ്ടിരിക്കുന്നു. അത് കാണുമ്പോ എനിക്കൊരു സന്തോഷം. പിന്നെ ഇത് തന്നെയാണോ ഈ പറഞ്ഞ അവിടെ പോകുമ്പോ ചെടികൾ എന്നൊക്കെ പറഞ്ഞില്ലേ, അത് തന്നെയാണോ ലവ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ? 8ാമത്തെ ആളില്ലല്ലോ അല്ലേ? 8ാമത്തെ ആളുടെ ടോപ്പിക് എന്ന് പറയുന്നത് ലവ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. അത് ഞാൻ ആലിസ് മാഡത്തിലേക്ക് വിട്ടുതരുന്നു. ലവ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്നാണ് പറയുന്നത്. അവിടെയാണ് ഈ പെർഫെക്റ്റിംഗ് ലവ് വരണത്. പക്ഷേ ദർ ഇസ് നോ പെർഫെക്റ്റ് ലവ്. അപ്പോൾ ഈ ശ്രീ രവിശങ്കറിന്റെ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്, റിലേഷൻഷിപ്പ് എന്നൊരു ബുക്ക്. അപ്പോൾ ആ ബുക്കിൽ പറയുന്നുണ്ട്, ഈ സമയത്ത് ലൈഫ് ഈസ് എ റിലേഷൻഷിപ്പ്, ലൈഫ് ഒരു മൂവിങ് ഓൺ റിലേഷൻഷിപ്പാണ്. അവിടെ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇറ്റ് ഷുഡ് ബി ട്രീറ്റഡ് ആസ്, ഈ ലവ് എന്ന് പറയുന്നതും ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും ലൈഫിൽ ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു ഡെസേർട്ട് പോലെയാണെന്ന്. ദാറ്റ് ഇസ് നോട്ട് ദ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് അദ്ദേഹം ബുക്കിൽ. ആ ബുക്ക് ഞാൻ ഇതിപ്പോൾ കൊണ്ടുവരായിരുന്നു. ഞാനത് വായിച്ച ചെറിയ ബുക്കാണ് കേട്ടോ. അപ്പൊ ശരിയല്ലേ അത്? ഇടയ്ക്കിടയ്ക്ക് ഈ പെർഫെക്റ്റിംഗ് ലവ് അല്ലെങ്കിൽ ലവ് അഗെയിൻ ആൻഡ് അഗെയിൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഡെസേർട്ട് കൊടുക്കണം എന്നാണ് പറയുന്നത്. അതൊരു മെയിൻ കോഴ്സ് അല്ലാതെ ഈ ഡെസേർട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുക. അപ്പൊ നമ്മളെപ്പോഴും കൗൺസിലിങ്ങിൽ പറയും ലവ് ഈസ് എ വെർബ് ആൻഡ് നോട്ട് എ നൗൺ. പലരും ഒരു നൗണായിട്ട് കണക്കാക്കിയിട്ടാണ് ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റാത്തത്. ഇറ്റ്സ് എ വെർബ്. അത് ആക്ട് ചെയ്യണം. ആക്ട് ചെയ്യാതെ അതിന് ദർ ഇസ് നോ യൂസ്. നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അവർ മനസ്സിലാക്കണം, ശരിയാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമുക്കൊരു 10 ഇൻറ്റിമസി ഒക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ 10 ഇൻറ്റിമസിയിലും പറയുന്നത് എന്താന്ന് വെച്ചാൽ ആ ആക്ഷനാണ് അതിനകത്ത് മുഴുവനും. അപ്പൊ ലവ്, സ്നേഹം എന്ന് പറയുന്നത് നമ്മൾ ആക്ട് ചെയ്യണം, അല്ലാതെ ഒരു ഇരുന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രയോജനമില്ല. പിന്നെ നമ്മുടെ ഈ ഗ്രേ ഡൈവോഴ്സിനെ പറ്റി പറഞ്ഞില്ലേ, അതിപ്പം ശരിക്കും നമ്മുടെ അടുത്ത് കേസുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അങ്ങനെ ഈ ഗ്രേ ഡൈവോഴ്സ്. കാരണം അത് രഞ്ജിനി പറഞ്ഞ കാരണത്തെക്കാൾ കൂടുതൽ ഈ സമയം വരെ നമുക്കൊരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ കുട്ടികളെ വളർച്ച, കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ ജീവിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് പിന്നീട് ആ 2 പേര് തന്നെ ആവുമ്പോ എന്തിനാണ് ജീവിക്കുന്നേ? കുട്ടികളുടെ ഇതായി പോയി, അവര് ചിറക് വെച്ച് പറന്നു പോയി എന്ന് പറയാം. അത് കഴിഞ്ഞിട്ടാണ് ചിന്തിക്കുന്നത്, എന്തിന് ഞാൻ ഇനി ജീവിക്കുന്നു.
എന്നുള്ള അതിലേക്കാണ് ഈ ഡൈവോഴ്സ് എന്ന് പറഞ്ഞ സാധനം വരുന്നത്. അപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോഴും ഈ വെന്റിലേഷൻ ആണ്. അതിനകത്ത് 3-4 കാര്യങ്ങൾ പറഞ്ഞില്ലേ, കോൺഫ്ലിക്റ്റിൽ വെന്റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. വെന്റിലേഷൻ ആണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പകുതി സമയം കേൾക്കുകയാണ്, കേട്ട് കഴിയുമ്പോൾ തന്നെ അവർക്കൊരു ആശ്വാസം ആവുകയാണ്. അപ്പം അത് അവർ തമ്മിൽ ഈ വെന്റിലേഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഇത്രയും പ്രശ്നങ്ങൾ വരാൻ പോണില്ല. പിന്നെ ഈ ബുക്കിൽ പറയാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് മാത്രമല്ല ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് വരുന്നത് എന്താ സൗഹൃദം വരുന്നുണ്ട്, ഫാമിലി റിലേഷൻഷിപ്പ് വരുന്നുണ്ട്, ഫ്രണ്ട്ഷിപ്പ് വരുന്നുണ്ട്. ഇതിലെല്ലാം ഈ റിലേഷൻഷിപ്പിലെല്ലാം സ്നേഹം വേണം. ആ സ്നേഹം എങ്ങനെ പല ആസ്പെക്ട്സിൽ എങ്ങനെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്നാണ് അദ്ദേഹം പ്രാക്ടിക്കലായിട്ട് ഇതിനകത്ത് പറയുന്നത്. ശരിക്കും പറയുന്നതിനകത്ത് സ്പിരിച്വാലിറ്റി ഉണ്ട്, സൈക്കോളജി ഉണ്ട്, പേഴ്സണൽ ലൈഫ് ഉണ്ട്. പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ കുറേ എക്സാമ്പിൾസ് ഒക്കെ പറയുന്നില്ലേ, അതൊക്കെ കൂടി ചേർത്ത് നോക്കുമ്പം പലതും നമുക്ക് ആപ്ലിക്കബിൾ ആയിരിക്കുമെന്നില്ല. ഈ വെസ്റ്റേൺ കൺട്രീസിലെ കുറച്ച് എക്സാമ്പിൾ ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ എന്താ പറയുക, ഡേറ്റിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞാലും അത് ഇപ്പോഴത്തെ കാലത്ത് ഡേറ്റിംഗ് എന്ന് പറയണ്ട, കുട്ടികൾ തമ്മിൽ സംസാരിച്ച് കുറേ കാലം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നതാണ് ശരിക്കും നല്ലത് തന്നെ. അല്ലാണ്ട് നമ്മുടെ അടുത്ത് കൗൺസിലിങ്ങിനൊക്കെ വരുന്നത് ചിലപ്പം പുറത്തുനിന്നൊക്കെ വന്നിട്ട് 15 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്തി പോകുമ്പം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ തന്നെയാണത്. സംസാരിച്ച് കഴിഞ്ഞിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ വേണ്ട, ദർ ഇസ് നോ പ്രോബ്ലം. നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് എടുത്തു ചാടി പോയിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത്. ഈ പേരൻസ് പലപ്പോഴും വിചാരിക്കും കല്യാണത്തിന് സമയം കഴിഞ്ഞു പോയി എന്ന് ചിന്തിക്കും. അതിനേക്കാൾ കൂടുതൽ അവർ തമ്മിലൊരു കമ്പാറ്റബിലിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതും വളരെ നല്ലതാണ്. അപ്പം ഈ അദ്ദേഹത്തിന്റെ ബുക്കിൽ പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. നമ്മുടെ ആസ്പെക്റ്റിൽ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അത് നമ്മളത് നമ്മളുടെ ജീവിതത്തിലേക്ക് എന്താണ് വേണ്ടത് എന്നൊരു ഫിൽട്രേഷൻ നടത്തി നമ്മൾ എടുക്കണം. അപ്പൊ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലെറ്റ് യുവേഴ്സ് വിഷ വായിച്ചത്, ബി എലോൺ ഫസ്റ്റ് എന്ന്. അത് വെച്ചാൽ സ്വന്തം എന്നെ ഞാൻ സ്നേഹിച്ചില്ലെങ്കിൽ നിങ്ങളോടൊക്കെ എന്നെ സ്നേഹിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് അതിനൊരർത്ഥം? എനിക്ക് എന്നെ ഇഷ്ടമല്ല, ഞാൻ എപ്പോഴും എന്നെ പറ്റി ക്രിട്ടിസൈസ് ചെയ്യുകയും കുറ്റം പറയുകയും ചെയ്യാണ്. അപ്പൊ ഞാൻ നിങ്ങളോടൊക്കെ പറയുകയാണ് എന്നെ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. ഫസ്റ്റ് യു ലവ് യുവർ സെൽഫ്. എന്തൊക്കെ പരിമിതികളുണ്ടോ അതൊക്കെ വെച്ചിട്ട് നമ്മളെല്ലാവരും പെർഫെക്റ്റ് അല്ല. അപ്പം അതൊക്കെ വെച്ചിട്ട് നമ്മളെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിലേക്ക് നമ്മൾ വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ ബുക്ക് വായിച്ചിട്ട് എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലി പലരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് ഉണ്ടായി എന്നുള്ളത്. അത് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഞാനും ആദ്യം ഈ ബുക്കിനെ പറ്റി കേട്ടപ്പോൾ വിചാരിച്ചത് ഈ കല്യാണം കഴിക്കാത്തവർക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് എന്നാണ്. ഒന്നുമല്ല. ഇപ്പൊ ഞാൻ ഓർക്കണു ഇത് കല്യാണത്തിന് മുമ്പേ നമുക്ക് ഈ ബുക്ക് വായിച്ചെങ്കിൽ നല്ലതായിരുന്നു എന്ന്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് വായിക്കാൻ കിട്ടുക എന്നുള്ളത് വലിയൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. നമ്മുടെ കാലത്തൊന്നും ബുക്കുകൾ തന്നെ വായിക്കാനില്ല. അപ്പൊ പിന്നാണോ ഈ ബുക്കുകൾ വായിക്കാൻ കിട്ടുക. അപ്പം ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇത് നമ്മൾ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിനൊക്കെ ഈ ബുക്ക് സജസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. അവരിതൊക്കെ വായിച്ചിട്ട് വരട്ടെ. ഈ സ്നേഹം എന്ന ആ ഡെസേർട്ട് ഇല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. പെർഫെക്ഷനും ഇല്ല അവിടെ, പ്രൊട്ടക്ഷനും ഇല്ല, പ്രാക്ടീസിങ്ങും ഇല്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ആ സ്നേഹം അൺകണ്ടീഷണൽ ലവ് തന്നെ വേണം. അദ്ദേഹം നമുക്ക് തരുന്ന ഒരു ഉപദേശം ഇത് തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ ആ റൂൾസിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഇതൊക്കെ തന്നെയാണ്. അതിനകത്ത് അദ്ദേഹം പറഞ്ഞ സ്പിരിച്വാലിറ്റി ഒക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയ രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. ഏതൊരു മനുഷ്യനും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണ് ആ സ്പിരിച്വാലിറ്റിനെ കുറിച്ച് പറയുന്നത്. പിന്നെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ഉണ്ട് അതിനകത്ത്. എല്ലാം നമുക്ക് പ്രയോജനപ്പെടുത്തമായ രീതിയിലാണ്. പറഞ്ഞ മാതിരി കൗൺസിലിങ്ങിനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റും. അവർ വരുമ്പോൾ ഈ ഈഗോയുടെ പ്രശ്നം പറഞ്ഞത്, മിക്കവാറും ഈ പ്രായം കുറഞ്ഞവർ വരുന്നത് ഈഗോ പ്രശ്നമാണ്. പക്ഷെ ഈ പറഞ്ഞ ഒരു ഗ്രേ ഡൈവോഴ്സ് ഒന്നും ഈഗോ പ്രശ്നമല്ല. അവരുടെ ഈഗോ ഒന്നും ഇല്ല. പക്ഷെ അവർ ലൈഫ് അട്ടർ ഫെയിലിയർ ആയതുകൊണ്ട് ഇനി എനിക്ക് വേണ്ട ഇത് എന്ന് പറഞ്ഞു വരുന്നവരാണ്. അപ്പൊ ഇതൊക്കെ ഡീൽ ചെയ്യാനായിട്ട് എല്ലാ റിലേഷൻഷിപ്പും ഡീൽ ചെയ്യാനായിട്ടുള്ള ഒരു മേമ്പൊടി ഉൾക്കൊണ്ട ബുക്കാണ്. ഇത്രയും നല്ല ബുക്ക് വായിക്കാൻ സാധിച്ചത് വളരെ സന്തോഷം. ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മുടെ അടുത്ത ബുക്ക്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് അടുത്ത ബുക്ക് വായിക്കാൻ പോകുന്നത്. നമ്മുടെ കല്ലേലി അച്ഛൻ്റെ ബുക്ക് സുഗന്ധ പുഷ്പങ്ങൾ എന്നുള്ള ബുക്ക്. അതും എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഒരു ബുക്ക് ഇട്ട് കഴിയുമ്പം പണ്ടൊക്കെ ഞങ്ങൾ വിളിച്ചു ചോദിക്കണമായിരുന്നു വായിക്കാൻ പറ്റുമോ എന്ന് വിളിച്ചു ചോദിക്കണമായിരുന്നു. ഇപ്പം അത് വേണ്ട. ഇപ്പൊ ബുക്കിൽ എത്ര ആളെ വേണമെന്ന് വെച്ച് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഫില്ലായി. അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം അത് പ്രയോജനമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അപ്പം വളരെ സന്തോഷം. ഇങ്ങനെ കുറേ പേരിന്ന്
കയറി ഇതിനകത്ത് കേൾക്കാനായിട്ട്. അപ്പം ഇത് വായിച്ചില്ലെങ്കിലും ഓഡിയോ കേട്ടില്ലെങ്കിലും ഈ ഒരു ഡിസ്കഷനും കൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും. താങ്ക് യു സോ മച്ച്. ഓ ടു ഷാ.